എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ 8 യൂണിയൻ ടെറിട്ടറികളുണ്ട്, നമുക്കറിയാലോ. അപ്പോൾ 28 സംസ്ഥാനങ്ങളിലൂടെയും ഞാൻ യാത്ര ചെയ്ത് കഴിഞ്ഞു. അതുപോലെ 8 യൂണിയൻ ടെറിട്ടറിയിൽ 7 എണ്ണത്തിലും ഞാൻ യാത്ര ചെയ്തു. അതായത് ലക്ഷദ്വീപ് നമ്മൾ 2 തവണ വിസിറ്റ് ചെയ്തു. ലക്ഷദ്വീപിലെ 10 ഐലൻഡുകൾ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ 28 സംസ്ഥാനങ്ങളിലൂടെ പോയ ഒരു റോഡ് ട്രിപ്പ് നിങ്ങൾക്ക് യൂട്യൂബിൽ പ്ലേലിസ്റ്റ് നോക്കിയൊക്കെ കാണാൻ പറ്റും. അതുകൂടാണ്ട് അതേ ട്രിപ്പിൽ തന്നെയായിരുന്നു നമ്മൾ ലഡാക്ക് നമ്മൾ എല്ലാ സ്ഥലവും അരിച്ചു പെറുക്കി കണ്ടിട്ടുണ്ട്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാണ്ട് ജമ്മു ആൻഡ് കാശ്മീർ, ഇതുകൂടാണ്ട് പോണ്ടിച്ചേരി നമ്മൾ അതേ ഇന്ത്യൻ ട്രിപ്പിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഗുജറാത്തിൻ്റെ ഭാഗത്താണ് ദാമൻ ആൻഡ് ദിയുവും അതുപോലെ ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഉള്ളത്. അത് നമ്മൾ വിസിറ്റ് ചെയ്തു. 8 യൂണിയൻ ടെറിട്ടറികൾ 7 എണ്ണം നമ്മൾ വിസിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഏതാണ് ബാക്കി ഒരെണ്ണം കിടക്കുന്നത്? യെസ്, അതെ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. അപ്പോൾ 8 യൂണിയൻ ടെറിട്ടറികൾ 7 എണ്ണം, അതായത് ഡൽഹി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളും 28 സംസ്ഥാനങ്ങളും നമ്മൾ വിസിറ്റ് ചെയ്തു. ഇതുമാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ കണ്ടിരുന്നു. അതായത് ആൻഡമാൻ മാത്രമാണ് എനിക്ക് ഇന്ത്യയിൽ ഇനി കാണാനായിട്ടുള്ള സ്ഥലം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആൻഡമാനിലാണ്. ആൻഡമാനിലെ കാഴ്ചകൾ കിടിലൻ എപ്പിസോഡുകളാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ആൻഡമാനിലോട്ട് എങ്ങനെ വരാം, എങ്ങനെ ഓരോ കാര്യങ്ങളും ബുക്ക് ചെയ്യാം, എത്ര രൂപ ചിലവ് വരും, അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഈ ഒരു സീരീസ് മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഐറ്റ്നറി ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ടോട്ടൽ എത്ര എക്സ്പെൻസ് ആയി എന്നൊക്കെ ഉള്ളത് ഏറ്റവും അവസാനത്തെ എപ്പിസോഡിൽ ഞാൻ പറയാം. അതുകൂടാണ്ട് ഓരോ കാര്യത്തിനും എത്ര രൂപ വെച്ച് ചിലവ് വന്നു, അതൊക്കെ ഓരോ എപ്പിസോഡിലും ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു അപ്പോൾ എല്ലാ എപ്പിസോഡും തുടർച്ചയായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ഓരോ കാര്യത്തിനും ചിലവ് വരും, പിന്നെ ഷിപ്പുകളൊക്കെ എങ്ങനെ ബുക്ക് ചെയ്യാം, ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെയൊക്കെ പോകാം, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻ അടങ്ങിയ വീഡിയോസ് ആയിരിക്കും. പതിവ് പോലെ തന്നെ എല്ലാ എപ്പിസോഡും എല്ലാ യാത്രകളും അങ്ങനെ തന്നെയാണ്. മറ്റൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ നമ്മൾ എല്ലാ വീഡിയോകളിലും ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡുകളും കണ്ടാൽ നിങ്ങൾക്ക് ആൻഡമാനിലോട്ട് എങ്ങനെ പോകാമെന്നും എത്ര രൂപ ചിലവ് വരുമെന്നും അതുപോലെ ഒരു ഐറ്റ്നറി ഉണ്ടാക്കാനൊക്കെ സഹായകരമായിട്ടുള്ള വീഡിയോകളായിരിക്കും കണ്ടിന്യൂസ് വരുന്നത്. ടോട്ടൽ എക്സ്പെൻസ് ഞാൻ അവസാനത്തെ വീഡിയോയിൽ പറയാം. യെസ്, അപ്പോൾ ഷെറിൻസ് വ്ലോഗിൻ്റെ പുതിയ സീരീസ്, യാത്രാ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ആൻഡമാൻ, അതുപോലെ വെൽക്കം ടു ഷെറിൻസ് വ്ലോഗ്. ഈ മനോഹരമായ ആൻഡമാൻ ദ്വീപുകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് ഒരു പാക്കേജ് ബുക്ക് ചെയ്യാൻ ആലോചിക്കുന്നുവെങ്കിൽ ഈ trip.in എന്ന ട്രാവൽ ഏജൻസിയെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് പാക്കേജ് ആയിട്ടും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമുള്ള കസ്റ്റമൈസ്ഡ് ട്രിപ്പും ഇവർക്ക് ഒരുക്കാനായിട്ട് സാധിക്കും. ഉത്തർപ്രദേശിലെ ഗാസിയാബാദാണ് ഇവരുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. സമയം വെളുപ്പിനെ 4 മണി. ഇത് ബാംഗ്ലൂരിലുള്ള കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. നമ്മൾ ഇവിടുത്തെ ടെർമിനൽ 2 ഡൊമസ്റ്റിക് ടെർമിനലിൽ നിന്ന് നമ്മൾ ആൻഡമാനിലോട്ടുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. അപ്പോൾ പലരും ചോദിക്കുക എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങണതെന്ന്. ആക്ച്വലി ഞാൻ കൊച്ചിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഇന്നലെ ഞാൻ ആൻഡമാൻ എത്തേണ്ടതായിരുന്നു. നമ്മുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഒരു 5 മണിക്കൂർ ഇന്നലെ കൊച്ചിയിൽ നിന്നുള്ളത് വൈകി. അപ്പോൾ ഇവിടെ നിന്നുള്ള കണക്റ്റിംഗ് ഫ്ലൈറ്റ് അങ്ങ് പോയി. അപ്പോൾ നമുക്ക് എയർ ഇന്ത്യക്കാർ ഇവിടെ താമസം തന്നു, ഹോട്ടൽ തന്നു, അക്കോമഡേഷൻ ഒക്കെ തന്നു, ഫുഡ് ഉണ്ടായിരുന്നു, ട്രാൻസ്പോർട്ടേഷനൊക്കെ ഒരുക്കി തന്നു. ഇന്നത്തെ ദിവസമായിരുന്നു പിന്നെയുള്ള ഫ്ലൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ ഒരു ദിവസം താമസിച്ചിട്ടാണ് നമ്മൾ ആൻഡമാനിലോട്ട് പോകണേട്ടാ. അപ്പോൾ ഇത് ടെർമിനൽ 2 ആണ്, കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 2. ഈ കെമ്പഗൌഡ എന്ന് പറഞ്ഞാൽ പേര് എന്താ സംഭവം എന്ന് അറിയാമോ? കെമ്പഗൌഡ എന്ന് പറഞ്ഞാൽ ഇവിടെ പണ്ടുണ്ടായിരുന്നു, അതായത് 1500കളിൽ 16-ാം നൂറ്റാണ്ടിൽ ഈ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട്, അതായത് ഇന്നത്തെ ബാംഗ്ലൂരിൻ്റെ ഈ ഒരു സ്ഥലത്ത് പണ്ട് വലിയൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു, വിജയനഗര സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിൻ്റെ റൂളറായിരുന്നു കെമ്പഗൌഡ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന ഈ ഒരു എയർപോർട്ടിന് പേര് കൊടുത്താണ്. എയർപോർട്ട് എന്നാ സെറ്റപ്പാണല്ലേ. ഇത് നവീകരിച്ച ശേഷം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ ട്രാൻസിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഈ ഒരു എയർപോർട്ട് വഴി. അപ്പോൾ ഗേറ്റിൽ ID കാർഡും നമ്മുടെ ടിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ കാണിച്ച് നമ്മൾ അകത്തോട്ട് കയറി. എൻ്റെ മുന്നോ ഇത് കണ്ടോ എയർപോർട്ട് നോക്കി നിങ്ങൾ. കിട്ടില്ല എയർപോർട്ടല്ലേ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ്, എനിക്ക് തോന്നുന്നത് നമ്പർ 1 എയർപോർട്ടായിരിക്കും. ഇങ്ങനത്തെ ഒരു ഭംഗിയുള്ള എയർപോർട്ട് ഇന്ത്യയിൽ വേറെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കാണാം. എല്ലാ എയർപോർട്ടുകളും അടിപൊളിയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അടിപൊളി കേട്ടോ. അപ്പോൾ എയർ ഇന്ത്യയുടെ ചെക്കിങ് കൊണ്ടാണ് ഈ കാണുന്നത്. നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്, അത് ആ സൈഡിലാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെയാണ് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറൊക്കെ വരുന്നത്. അടിപൊളി എയർപോർട്ട്, രക്ഷയില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ മാനുവലി ആയിട്ടാണ് ചെക്ക് ഇൻ ചെയ്തത്.
അതുകൂടാണ്ട് സെൽഫ് ചെക്കിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെക്കിൻ ചെയ്യാം. അതുപോലെ സ്വന്തമായിട്ട് തന്നെ നമുക്ക് ബാഗും ഡ്രോപ്പ് ചെയ്യാം. ആ കാണുന്ന കൗണ്ടറുകൾ മൊത്തം അതിനുള്ളതാണ്. അങ്ങനെ കുറേ ഫെസിലിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം കൊള്ളാം എന്തായാലും. അപ്പോൾ ഞാൻ ബാഗ് ഡ്രോപ്പ് ചെയ്തു. നമുക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ കൊച്ചിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ 650 എക്സ്ട്രാ കൊടുത്തിട്ട് പ്രയോറിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സീറ്റും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് അതോട്ട് പോവാം. അപ്പോൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. കിട്ടില്ല എയർപോർട്ട്, ഒരു രക്ഷയില്ല. നിങ്ങൾ ഇത് നോക്കിയാൽ മറ്റേ സിംഗപ്പൂരൊക്കെ ഉള്ള പോലത്തെ സെറ്റപ്പൊക്കെ, മൊത്തം ചെടികളും സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. ആ സൈഡിലൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴി കാണുന്നില്ല. ഇനി ഈ സൈഡിൽ കൂടി വല്ലതും പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. ശരിക്കേ ഏതൊരു വിദേശ രാജ്യത്തൊക്കെ പോയ പോലത്തെ ഒരു ഫീല് അതേപോലെ ഉണ്ട് ഇവർ ഡിസൈൻ ചെയ്തേക്കണം. അടിപൊളിയായിട്ടുണ്ട്. ഞാനിത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇത് കണ്ടോ കംപ്ലീറ്റ് ചെടികളൊക്കെ. ഇത് ഒറിജിനൽ ചെടിയാണ് കേട്ടോ. മണ്ണൊക്കെ ഉണ്ട് താഴെ. ഇത് കണ്ടോ, ഇത് ഒറിജിനൽ പ്ലാസ്റ്റിക് അല്ല. ഞാൻ എസ്കലേറ്റർ ഇറങ്ങി താഴത്തേക്ക് വന്നു. ഇവിടെയാണ് നമ്മുടെ ഗേറ്റൊക്കെ ഉള്ളത്. ഇവിടെ അടിപൊളി റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ബാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ D23 ആണ് എൻ്റെ ഗേറ്റ് വരുന്നത്. ഇത് താഴത്താണ്, ഗ്രൗണ്ടാണ്. എനിക്കിവിടെ ബസ് കയറി പോകണമെന്ന് തോന്നണം. ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അതിനകത്ത് ചാർജൊക്കെ ചെയ്യാം. എല്ലാ സീറ്റിനോടും ചേർന്ന് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റിൻ്റെ ക്യൂ ആരംഭിച്ചു. ഞാൻ ആക്ച്വലി പ്രയോറിറ്റിയൊക്കെ എടുത്താണ് 650 എടുത്തിട്ട്. പക്ഷേ അതിനകത്ത് ഒരു കാര്യമില്ല. പുതിയ ഫ്ലൈറ്റ് ആയപ്പോൾ അതൊക്കെ പോയി. പ്രയോറിറ്റി ഇല്ല, ഒന്നുമില്ല. അത് കൊച്ചിയിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ. അതൊക്കെ വേസ്റ്റ് ഇടുന്ന സംവിധാനമുണ്ട്. കൊള്ളാം. ബസ്സിലാണ്ടോ പോകുന്നത്? ടാറ്റ സ്റ്റാർ ബസ് EV ലിഥിയം അയൺ ബാറ്ററി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇലക്ട്രിക് ബസ്സാണ്. അപ്പോൾ ബസ്സിൽ വന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം രാവിലെ 6 മണി. 6:20 നമ്മുടെ ഫ്ലൈറ്റ്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് ഇത്. കോഡ് ഷെയറിംഗ് ആയിട്ട് ആണ് പോയത്. നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു ഇങ്ങോട്ട് വന്നത്. ഇത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ്. അപ്പോൾ 10F ആണ് നമ്മുടെ സീറ്റ്. ഞാൻ വിൻഡോ സീറ്റ് നോക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ വിൻഡോ സീറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളിതിന് എക്സ്ട്രാ പൈസ കൊടുത്തിട്ടുണ്ട്. 650 രൂപ കൊടുത്തു. പ്രയോറിറ്റി വിത്ത് സീറ്റ് സെലക്ഷൻ. പക്ഷെ പ്രയോറിറ്റി കിട്ടില്ല കേട്ടോ. അവിടെ ഇവിടെ ഇല്ല, അതൊക്കെ പോയി. സീറ്റേ കിട്ടി, അത് വലിയ ഭാഗ്യം. അപ്പോൾ ആൻഡമാൻ്റെ ഫസ്റ്റ് കാഴ്ചകൾ നല്ല വൃത്തിക്ക് കാണാമല്ലോ. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ലെഫ്റ്റ് സൈഡ് എവിടെയെങ്കിലും എടുക്കാനാണ്. കാരണം അവിടെയാണ് നല്ല വ്യൂ വരുന്നതെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അറിയില്ല, പക്ഷേ റൈറ്റ് സൈഡാണ് കിട്ടിയത്. ഇതേ ഉള്ളായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, കാണാമല്ലോ. ആൻഡമാൻ്റെ ആദ്യ കാഴ്ചകൾ ഫ്ലൈറ്റിൽ നിന്ന് കാണുമ്പോഴല്ല എൻ്റെ ഒരു രസം. അപ്പോൾ ഫ്ലൈറ്റ് എടുത്തു, പക്ഷെ പുറത്തോട്ടൊന്നും കാണാൻ പറ്റില്ല. കംപ്ലീറ്റ് ഫോഗായിട്ടിരിക്കുകയാണ്. അതുപോലെ പുറകിലൊരു സീറ്റ് ഫ്രീ ഉണ്ടായിരുന്നു കേട്ടോ, വിൻഡോ സീറ്റ്. വെറുതെ കാശ് കൊടുത്തെടുത്തു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഫ്ലൈറ്റ് പൊന്തി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഗ്ലാസ്സൊക്കെ ക്ലിയർ ആയിട്ടാ. നല്ല ഭംഗിയിൽ കാഴ്ചകളൊക്കെ കാണാൻ. ഇനി അപ്പോൾ 6:30 ആയപ്പോഴാണ് ഫ്ലൈറ്റ് എടുത്തത്. നമുക്ക് ഏതാണ്ട് 2.5 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ, ബാംഗ്ലൂരിൽ നിന്ന് ഈ പ്ലോട്ട് പ്ലെയറിലോട്ട്. അതായത് ശ്രീ വിജയപുരം. പുതിയ പേര് ശ്രീ വിജയപുരം എന്നുള്ള, പഴയ പേരാണ് പ്ലോട്ട് പ്ലെയർ. അപ്പോൾ ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ആൻഡമാൻ്റെ ആദ്യ കാഴ്ചകൾ, ആകാശ കാഴ്ചകൾ നമുക്ക് കാണാം. ഇന്ത്യയുടെ തെക്ക് കിഴക്കായി ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. മെയിൻലാൻഡ് ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് നിന്ന് ഏതാണ്ട് 1200 കിലോമീറ്റർ മാറിയാണ് ആൻഡമാൻ്റെ സ്ഥാനം. പ്രകൃതി ഭംഗി കൊണ്ടും ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും ആൻഡമാൻ സഞ്ചാരികളുടെ ഒരു പ്രിയപ്പെട്ട സ്ഥലമാണ്. ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതം ഉള്ളതും ഈ ആൻഡമാനിലാണ് കേട്ടോ. വലുതും ചെറുതുമായിട്ട് 836ഓളം ദ്വീപുകളാണ് ആൻഡമാനിലുള്ളത്. ഇതിൽ 31 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. അപ്പോൾ ആൻഡമാൻ്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും എന്ന് പറഞ്ഞാൽ ശ്രീ വിജയപുരമാണ്. പഴയ പേര് പോർട്ട് ബ്ലെയർ. അപ്പോൾ ഈ ഒരു ദ്വീപുകളെ പ്രധാനമായിട്ട് 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വടക്ക് ആൻഡമാൻ ദ്വീപുകളും തെക്ക് നിക്കോബാർ ദ്വീപുകളും. 150 കിലോമീറ്റർ വീതിയുള്ള 10 ഡിഗ്രി ചാനൽ കൊണ്ടാണ് ഈ ദ്വീപുകളെ വേർതിരിച്ചിരിക്കുന്നത്. ആൻഡമാൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യയുടെ ഒരു പ്രധാന പ്രദേശം എന്ന് പറഞ്ഞാൽ ചെന്നൈ ആയിരിക്കും. ചെന്നൈയിൽ നിന്ന് ഏകദേശം 1190 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. വിശാഖപട്ടണത്തിൽ നിന്നാണെങ്കിൽ 1200 കിലോമീറ്ററും കൊൽക്കത്തയിൽ നിന്ന് 1255 കിലോമീറ്ററും ഉണ്ട്. പക്ഷേ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളൊക്കെയാണ്. അതായത് തെക്ക് ഭാഗത്ത് ഒരു 165 കിലോമീറ്റർ മാറിയാണ് ഇന്തോനേഷ്യ ഉള്ളത്. വടക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ 250 കിലോമീറ്റർ പോയാൽ മ്യാൻമാർ ആണ്. തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു 650 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തായ്ലൻഡും ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സമുദ്ര അതിർത്തികളൊക്കെ വരുന്നത്.
പിന്നെ ഈ പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ആൻഡമാനിലെ പ്രധാന ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ആൻഡമാനിസ് ഉണ്ട്, പിന്നെ ജാറവാസ് ഉണ്ട്, സെൻറ്റനീലീസ് ഒക്കെ ഉണ്ട്. ഇതിൽ ഈ സെൻറ്റനീൽ ദ്വീപിൽ താമസിക്കുന്ന സെൻറ്റനീലീസുകാരാണ് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ. പിന്നെ ഈ നിക്കോബാർ ഭാഗത്ത് നിക്കോബാർ ഗോത്രങ്ങളുണ്ട്, അതിൽ ഷോംപൻ ഉണ്ട്, പിന്നെ നിക്കോബാറീസ് ഉണ്ട്. ഇപ്പം ഇതൊക്കെയാണ് പ്രധാന ഗോത്രങ്ങൾ. പിന്നെ മറ്റ് ജനവിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാന ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് ബംഗാളികളാണ്, പിന്നെ തമിഴരുണ്ട്, തെലുങ്കരുണ്ട്, പിന്നെ മലയാളികളുണ്ട്. അപ്പോൾ ഏകദേശം ഇവിടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 4.5 ലക്ഷത്തോളം ആളുകൾ ഈ ആൻഡമാനിലും നിക്കോബാറിലൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദി ഇംഗ്ലീഷുമാണ് ഔദ്യോഗിക ഭാഷ. ഇത് കൂടാണ്ട് ബംഗാളിയുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, മലയാളമൊക്കെ ഉണ്ട്. പിന്നെ ഈ ഗോത്രവർഗ്ഗക്കാരൊക്കെ സംസാരിക്കുന്ന മറ്റ് പല ഭാഷകളൊക്കെ ഉണ്ടോ. പിന്നെ പല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ഈ ആൻഡമാനിസ് ജനത ഏതാണ്ട് 30,000 വർഷങ്ങൾക്ക് മുമ്പ് മധ്യ പാലിയോലിത്തിക് കാലഘട്ടത്തിൽ, അതായത് പഴയ സ്റ്റോൺ ഏജ് കാലഘട്ടത്തിൽ മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയതായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. 2200 വർഷങ്ങൾ പഴക്കമുള്ള നാഗരികതയുടെ പുരാവസ്തു തെളിവുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ 11-ാം നൂറ്റാണ്ടിൽ അന്നത്തെ തമിഴ് രാജ്യങ്ങളിൽ ഒന്നായ ചോളർ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ അവരുടെ പര്യവേഷണങ്ങൾ ആരംഭിക്കുന്നതിന് ഈ ദ്വീപുകളെ ഒരു നാവിക താവളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 1755 ഈ ദ്വീപുകൾ ആദ്യമായിട്ട് യൂറോപ്യന്മാർ വരുന്നത്, അത് ഡാനീഷുകാരായിരുന്നു. പിന്നെ 1868 ഈ ദ്വീപുകൾ ബ്രിട്ടീഷുകാരുടെ കീഴിലോട്ട് വരുന്നത്. 2-ാം ലോകമഹായുദ്ധ കാലത്ത് ഈ ദ്വീപുകൾ ജപ്പാൻ സാമ്രാജ്യം ആക്രമിച്ച് കീഴടക്കി. ആ സമയത്താണ് 1943 ഡിസംബർ 30 നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയ ആദ്യത്തെ സ്ഥലമായിട്ട് ഈ ഒരു ആൻഡമാൻ മാറുന്നതും, അതുപോലെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായ ആദ്യത്തെ ഇന്ത്യൻ മണ്ണായിട്ട് മാറുന്നതും ആ ഒരു സമയത്താണ്. പിന്നീട് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം 1950 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന് ശേഷം ഈ ഒരു പ്രദേശം ഒരു പ്രവിശ്യയായും പിന്നീട് കേന്ദ്രഭരണ പ്രദേശമായിട്ടും മാറി. അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന സ്ഥാനമാണ് ആൻഡമാനുള്ളത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ നാട് കടത്തി കൊടിയ പീഡനങ്ങൾക്കായിട്ട് നിർമ്മിച്ച ഒരു ജയിലുണ്ട് ഇവിടെ, സെല്ലുലാർ ജയിൽ, കാലാപാനി. അതൊക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അത്തരം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. പിന്നെ ഇന്ന് ആൻഡമാൻ്റെ ഒരു പ്രധാന വരുമാന മാർഗം എന്നൊക്കെ പറഞ്ഞാൽ കൃഷിയും ടൂറിസം ഒക്കെയാണ്. പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ നാളികേരം, അടയ്ക്ക, റബ്ബർ അതൊക്കെയുണ്ട്. പിന്നെ ചുറ്റും കടലായതുകൊണ്ട് മത്സ്യബന്ധനം ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു പ്രധാന ഉപജീവന മാർഗ്ഗമാണ്. എന്നാലും ടൂറിസം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം. പിന്നെ ഇവിടുത്തെ മത്സ്യം, കയർ ഉൽപ്പന്നങ്ങൾ, തടി, കരകൗശല വസ്തുക്കളൊക്കെ കയറ്റുമതിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ആൻഡമാനെ സംസ്ഥാന മൃഗം എന്ന് പറഞ്ഞാൽ കടൽ പശുവാണ്. അതിനെ ഡുഡോങ് എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ സംസ്ഥാന പക്ഷി ആൻഡമാൻ വുഡ് പീജി എന്ന് പറയും. സംസ്ഥാന വൃക്ഷം എന്ന് പറഞ്ഞാൽ ആൻഡമാൻ പതൗക്കാണ്. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ പറഞ്ഞത്. ഇനി ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മുടെ വിമാനം ഇവിടെ ലാൻഡ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ പ്രധാന എയർപോർട്ട് ശ്രീ വിജയപുരത്തെ വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് നമ്മുടെ വിമാനം ഇറങ്ങുന്നത്. ഇതൊരു സൈനിക വിമാനത്താവളം കൂടിയാണ് കേട്ടോ. INS ഉത്ക്രോഷ് എന്ന് പറയും. അതായത് ഈ വിമാനത്താവളത്തിൻ്റെ റൺവേയും മറ്റ് ട്രാഫിക് നിയന്ത്രണങ്ങളും അതൊക്കെ ഇന്ത്യൻ നാവികസേനയാണ് കൈകാര്യം ചെയ്യുന്നത്. യാത്രാ ടെർമിനൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ ആൻഡമാനിലോട്ട് വരാനായിട്ട് നമുക്ക് വിമാനമാർഗം ചെന്നൈയിൽ നിന്നാണ് ഏറ്റവും എളുപ്പം. അതുപോലെ കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നൊക്കെ നേരിട്ട് സർവീസുകളുണ്ട്. പിന്നെ നമുക്ക് കപ്പൽ വഴിയും ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കും. പക്ഷേ അത് 3 ദിവസങ്ങളൊക്കെ എടുക്കും. അത് ചെന്നൈയിൽ നിന്നും വിശാഖപട്ടണത്തു നിന്നും കൊൽക്കത്തയിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് ഷിപ്പുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ആൻഡമാനിൽ എത്തിയിരിക്കുകയാണ്. ആൻഡമാനിലൂടെയുള്ള മനോഹരമായ യാത്രയാണ് നിങ്ങളിനി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വെൽക്കം ടു ആൻഡമാൻ നിക്കോബാർ. അപ്പോൾ ആൻഡമാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ശ്രീ വിജയപുരം എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഈ ശ്രീ വിജയപുരത്തിൻ്റെ പഴയ പേരാണ് പോർട്ട് ബ്ലെയർ. അത് 2018 അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാത്രമല്ല, ഇതിൻ്റെ അടുത്തുള്ള ഹാവലോക്ക് ഐലൻഡ്, നീൽ ഐലൻഡ്, അതിൻ്റെയൊക്കെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ഈ ഒരു തലസ്ഥാന സ്ഥലത്ത്, അതായത് ശ്രീ വിജയപുരത്തിലുള്ള വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറത്താണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ആകൃതി ഭയങ്കര സെറ്റപ്പല്ലേ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് 2023 ഉദ്ഘാടനം ചെയ്ത പുതിയ ടെർമിനലാണ്. ഒരു വർഷത്തിൽ ഏതാണ്ട് 40 ലക്ഷത്തോളം ആൾക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു മനോഹരമായ എയർപോർട്ട്. ഇതിൻ്റെ ആകൃതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ശംഖില്ലേ, അതായത് കക്കില്ലേ, കക്ക,
അതിൻ്റെ വായ ഇങ്ങനെ ഇരിക്കില്ല, ആ ഒരു ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കക്കയുടെ ഷേപ്പാണ്, കണ്ട അടിപൊളിയായിട്ടുണ്ടല്ലോ, നല്ലൊരു സെറ്റപ്പ് എയർപോർട്ട്. അപ്പോൾ 2023 നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്, ഈ ഒരു ടെർമിനലിൻ്റെ. കിടിലൻ എയർപോർട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങോട്ടേക്ക് ഡൽഹിയിൽ നിന്നും അതുപോലെ ഹൈദരാബാദിൽ നിന്ന് ചെന്നൈയിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് ഉണ്ട്. ചെന്നൈയിൽ നിന്നാണ് ഏറ്റവും റേറ്റ് കുറവട്ടാ. ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് നോക്കിയപ്പോൾ ഏതാണ്ട് വന്നത് 7000 രൂപയാണ് ഈ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റിന്. ഇൻഡിഗോ നോക്കിയപ്പോൾ 11,000 രൂപയൊക്കെ ഇരുന്ന് കാണിച്ചിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ചീപ്പായിട്ട് വരണമെങ്കിൽ ചെന്നൈ വഴി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ 3000 രൂപ ഉള്ളൂ. 3000 രൂപക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ ചെന്നൈയിലോട്ട് എത്താനായിട്ട് നിങ്ങൾക്ക് ട്രെയിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ 500 രൂപ സ്ലീപ്പറിനും 1400 രൂപയൊക്കെ തേർഡ് AC ഒക്കെ വരുള്ളൂ. ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് പെട്ടെന്ന് എളുപ്പത്തിൽ വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഡയറക്റ്റ് കൊച്ചിയിൽ നിന്ന് അങ്ങ് കയറി വന്നത്. അതുകൊണ്ടാണ് 7000 രൂപ ആയത്. പക്ഷേ നമുക്കത് നഷ്ടമായിരുന്നു, കാരണം ഒരു ഡേ മൊത്തം നമ്മുടെ പോയി എയർ ഇന്ത്യ ഡിലേ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചെന്നൈയിൽ നിന്നാണ്. അതുപോലെ ചെന്നൈയിൽ നിന്ന് ഷിപ്പും ഉണ്ട്. അത് ഡയറക്ടറേറ്റ് ഓഫ് ഷിപ്പിംഗ് സർവീസ് എൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് നമുക്ക് ബുക്ക് ചെയ്യാം. DSS എന്ന് പറയും. ഞാൻ നോക്കിയപ്പോൾ അത് ഞാൻ വന്ന ടൈമിൽ ഷിപ്പൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അത് ടൈമിങ് ആ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ, എപ്പോഴും അതില്ല. അപ്പോൾ അത് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഷിപ്പിൽ വരാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഷിപ്പിൽ വന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമുള്ളത് 60 മണിക്കൂർ എടുക്കും, അതായത് 3 ദിവസം ഷിപ്പിൽ. അപ്പോൾ ഈ ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വരാമല്ലോ. ഫ്ലൈറ്റാണ് എളുപ്പം. ഫ്ലൈറ്റ് വഴി ഷിപ്പ് വഴി മാത്രമേ വരാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്കറിയാമല്ലോ, 1200 കിലോമീറ്റർ മാറി, അതായത് ഇന്ത്യയിൽ നിന്ന് 1200ഓളം കിലോമീറ്റർ മാറി മ്യാൻമാറിൻ്റെയും തായ്ലൻഡിൻ്റെ ഒക്കെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് മറ്റേ ഇന്തോനേഷ്യയുടെ സുമാത്ര, 159 കിലോമീറ്റർ ഉള്ളൂ. യെസ്, അപ്പോൾ അതൊക്കെയാണ് കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു എയർപോർട്ടിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. ഇത് 2002 ഇങ്ങനൊരു പേര് കൊടുത്തത്. വിനായക് ദാമോദർ സവർക്കറുടെ സ്മരണാർത്ഥമാണ് ഈ വിമാനത്താവളത്തിന് വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന പേര് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ എയർപോർട്ടിൻ്റെ നേരെ മുമ്പിൽ തന്നെ വിനായക് ദാമോദർ സവർക്കർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ കാണാം. ഇവിടെ ഇന്ത്യൻ ഫ്ലാഗ് കാണാം. ഇത് 1889, അത് ജനനവും മരണമാണ് എഴുതിയിരിക്കണം. 1966 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു നേരെ എയർപോർട്ട് കണ്ട, അടിപൊളി. അപ്പോൾ ഇപ്പോൾ സമയം 9:15. നമ്മളൊരു 8:35 കൂടിയാണ് ഇവിടെ ലാൻഡ് ചെയ്തത്. ബാഗൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടിയേട്ടാ. നല്ല വിശാലമായ എയർപോർട്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ടാക്സി കിട്ടാനായിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, നമ്മുടെ എയർപോർട്ടിന് മുമ്പിൽ തന്നെയുണ്ട്. ടാക്സിക്ക് ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾ 250 രൂപ എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ കണ്ടുള്ളൂ നമ്മുടെ സ്റ്റേയിലോട്ട്. ഞാനിവിടെ നിന്ന് ബസ്സോ ഓട്ടോ ഒക്കെ വേറെ വല്ലതും കിട്ടുമോ എന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ ടാക്സി വിളിക്കേണ്ടി വരും. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയുള്ള യൂബർ അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സികളൊന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നണം. എയർപോർട്ട് ഉണ്ടോ എൻ്റെ പൊന്ന്, നല്ല രസമല്ലേ, കിഡിലെ എയർപോർട്ട് അടിപൊളിയായിട്ടുണ്ട്. എന്താ നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഡിപ്പാർച്ചറാണ് കേട്ടോ. ഈ സൈഡ് ഡിപ്പാർച്ചർ, ആ സൈഡ് അറൈവൽ. അപ്പോൾ ഇവിടെ ഒരു ഓട്ടോറിക്ഷ നമ്മൾ ജസ്റ്റ് വില ചോദിച്ചപ്പോൾ ഞാൻ പോകുന്ന ഭാഗത്തോട്ട്, ഞാൻ ഫീനിക്സ് ജെട്ടിയുടെ അവിടെയാണ് പോകുന്നത്. ഫീനിക്സ് ജെട്ടി എന്ന് പറയും, അതിൻ്റെ അടുത്താണ് സ്റ്റേ എടുത്താണ്. ഒക്കെ വഴിയെ കാണിച്ചുതരാം. അപ്പോൾ അയാൾ 150 രൂപ എന്ന് പറഞ്ഞു. ഞാൻ 100 പോകുമെന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അവിടെ വണ്ടി നിർത്താൻ പാടത്തോണ്ട് പുള്ളി വേഗം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ വലിയ കുഴപ്പമില്ല. ടാക്സിക്കാരായാലും കൂടുതൽ മേടിക്കും. ഏതെങ്കിലും ഓട്ടോറിക്ഷ വേറെ സ്ഥലത്ത് കിട്ടുമെന്ന് നോക്കട്ടെ. അതെ, ഞാനിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തേരാപ്പാര ഒക്കെ ചോദിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. ഇവിടെ ഓട്ടോറിക്ഷ കിട്ടത്തില്ല. ഇവിടുന്ന് ഓട്ടോ കൊണ്ടുവന്നാക്കാം. ഡിപ്പാർച്ചറിൽ വന്നിട്ട് ആളുകളെ കൊണ്ടുവന്നാക്കിയിട്ട് പോകും. പക്ഷേ അതിൽ കയറി കഴിഞ്ഞാൽ 1000 രൂപ ഫൈൻ അടിക്കുമെന്നൊരു ഓട്ടോക്കാരൻ മുന്നിട്ട് പറഞ്ഞു. അതായത് ഇവിടുന്ന് ആളെ കയറ്റാൻ പാടില്ല ഓട്ടോറിക്ഷയിൽ. ഇവിടെ ടാക്സി മാത്രമേ ഉള്ളൂ, ബസ് നോക്കിയിട്ടും കാണാനില്ല. അപ്പോൾ ഞാനൊരു പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ പുറത്തെത്തുമല്ലോ, അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിക്കാം. ഇനി എത്ര രൂപ മേടിക്കുമെന്ന് അറിയത്തില്ല, നോക്കാം. മെയിൻ റോഡിലോട്ട് അധികമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു മിനിറ്റ്. അന്ന് നടന്നു കഴിഞ്ഞാൽ അതേ ഇവിടെ എത്തി. ഇവിടെ ഇഷ്ടംപോലെ ഓട്ടോറിക്ഷ വഴി കൂടി പോകുന്നുണ്ട്, കൈ കാണിക്കാം. ഞാൻ കുറച്ചിങ്ങനെ മുന്നോട്ട് കടന്ന് അവിടെ നിന്ന് ഓട്ടോ കിട്ടുമെന്ന് തോന്നണില്ല. ഇവിടുത്തെ ട്രാഫിക് പോലീസ് കണ്ട, പഴയ കാലത്തെ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. കണ്ട, നമ്മുടെ അവിടെയൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് സിഗ്നലായില്ലേ. ഇവിടെ ഇപ്പോഴും ജംഗ്ഷനിൽ ഒരാൾ നിന്നിട്ട് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലെ പഴയ നസീറിൻ്റെ കാലഘട്ടത്തിലുള്ള സിനിമയിലെ കണ്ടിട്ടുണ്ട്, അതേപോലെ കൊള്ളാമല്ലേ. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമുക്കൊരു ഓട്ടോ കിട്ടി. 80 രൂപ കേട്ടോ നമ്മൾ പോകുന്ന ലൊക്കേഷനോട്ട്.
ഇതേ ആ കാണുന്നതാണ് എയർപോർട്ട്. ആണോ, അതിൻ്റെ ഉള്ളിൽ 300 രൂപ ചോദിച്ചു. ഇവിടെ 80 രൂപ പോവാം പുറത്തിറങ്ങാൻ. വ്യത്യാസം കണ്ടോ? യെസ്. അപ്പോൾ നമ്മളെ ഇവിടെ ആക്കി ഒരു കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ ഫീനിക്സ് ബേ ജെട്ടി എന്ന് പറഞ്ഞ് ജെട്ടിയുണ്ട് തൊട്ടപ്പുറം. ഫീനിക്സ് ബേ ജെട്ടി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പോകേണ്ടത് അങ്ങോട്ടാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്റ്റേ ആണ് ഞാൻ എടുത്തേക്കണം. അപ്പോൾ ഇവിടം വരെ 80 രൂപയാണ് നമുക്ക് ആയത്. അതായത് ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ചോദിച്ചപ്പോൾ 300 രൂപ പറഞ്ഞ് ടാക്സിക്കൊക്കെ. അപ്പോൾ പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങിയാൽ 80 ഇനി ചിലപ്പോൾ 80 കുറയുമായിരിക്കോട്ടെ, അറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ സണ്ണി വെയിൽ. അകത്ത് പോയി ചെക്ക് ഇൻ ചെയ്യട്ടെ. ഇതാണ് സ്ഥലം. അപ്പോൾ റൂം ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് റൂം. കൊള്ളാമല്ലേ, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു റൂമിനായിരിക്കുന്നത് 1500 രൂപയാണ് ഒരു ദിവസത്തേക്ക് കേട്ടോ. അപ്പോൾ ഞാനത് ഓൺലൈനാണ് ബുക്ക് ചെയ്തത്. പിന്നെ ഞാനിപ്പോൾ എക്സ്ട്രാ ഡേയ്സും കൂടി ഇവിടെ ഡയറക്റ്റ് ബുക്ക് ചെയ്തു. 1500 തന്നെയാണ്, സെയിം റേറ്റാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. യെസ്. അപ്പോൾ ഈ ഒരു സ്ഥലം എടുക്കാനുള്ള പ്രധാന റീസൺ, ഞാനിത് മാപ്പൊക്കെ നോക്കിയിട്ട് ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇത് എടുത്തത്, സെലക്ട് ചെയ്തത്. ഇവിടെ ഫീനിക്സ് ബേ എന്ന് പറഞ്ഞിട്ടൊരു ജെട്ടിയുണ്ട്. അപ്പോൾ ആ ജെട്ടി നമുക്ക് അടുത്ത ദിവസം ഹാവലോക്കിലോട്ടൊക്കെ പോകാനുള്ള, ഐലൻഡിലോട്ടൊക്കെ പോകാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നടന്നാൽ മതി. അത് വെളുപ്പിനെയൊക്കെ പോകണം, 4 മണിക്കൊക്കെ. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് നടന്നാൽ മതി. അതുകൊണ്ടാണ് ഇത് ആക്സസ് നോക്കിയിട്ടൊക്കെയാണ് എടുത്തതാണ്. പിന്നെ നമുക്ക് ബൈക്ക് റെൻറ്റ് എടുക്കാനാണെങ്കിൽ ഇവിടെ ഒരു 15 മിനിറ്റ് നടന്നാലുണ്ട്. ബസ് സ്റ്റാൻഡ് 15 മിനിറ്റ്, ഒരു 500 മീറ്റർ ഉണ്ട്. ജസ്റ്റ് നടന്നൊക്കെ പോകാം. നല്ല വെയിലായിരിക്കും കേട്ടോ അവിടെ, നല്ല ചൂടുണ്ട്, അത് വേറെ കാര്യം. കോടയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ എയർപോർട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ടാക്സി വിളിച്ച് വന്നാൽ അതാണ് എളുപ്പം. ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഭയങ്കര ബഡ്ജറ്റായിട്ട് പുറത്തിറങ്ങിയാൽ കിട്ടും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു ബൈക്ക് റെൻ്റൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ബൈക്ക് റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഹോട്ടലിലോട്ട് വരാം. ലഗേജ് ഉണ്ടെങ്കിൽ പാടായിരിക്കും. പിന്നെ എടുത്താലും കുഴപ്പമില്ല. ഫസ്റ്റ് ബൈക്ക് എടുക്കുകയാണെങ്കിൽ നേരെ ഓരോ സ്ഥലങ്ങളിലോട്ട് പോകാൻ ഏറ്റവും എളുപ്പം റെൻറ്റ് ബൈക്ക് എടുക്കുന്ന സ്കൂട്ടർ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എന്തെങ്കിലും ഇന്നും നാളെ എനിക്കതിൻ്റെ ആവശ്യമില്ല, മറ്റന്ന് ഞാൻ എന്തായാലും എടുക്കും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ എടുക്കാത്തത്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഒരു സ്റ്റേ. ഞാൻ അപ്പോൾ ലൊക്കേഷനൊക്കെ വെച്ച് നോക്കി എടുത്താണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് വല്ല വ്യൂ ഉണ്ടാകുന്ന ജസ്റ്റ് ഒന്ന് നോക്കിക്കട്ടെ. അങ്ങനെ വലിയ വ്യൂ ഒന്നുമില്ല. അപ്പുറത്ത് വലിയ പഴയ ഏതൊരു ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ടല്ലോ, ഒരു പറമ്പ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ 1500 രൂപയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇൻക്ലൂഡാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിത് ഇവിടെ കിട്ടും. ഇവിടെ 3-4 റൂമുണ്ട്. 1 2 3 4 റൂമൊക്കെ ഉള്ളൂ. അതുപോലെ ഇവിടെ ചെറിയൊരു മിനി കിച്ചനുണ്ട്, ഓവനൊക്കെ ഉണ്ട്, പാത്രങ്ങൾ കപ്പൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ മേടിച്ച് ചൂടാക്കി കഴിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ നിന്ന് വെള്ളം കിട്ടും, കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലം. യെസ്. അപ്പോൾ ഇനി പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇനി ഓരോ കാഴ്ചകളും, ആൻഡമാൻ്റെ കിടിലും കാഴ്ചകൾ ഇനി കണ്ടു തുടങ്ങാം. അപ്പോൾ അടുത്ത ദിവസം രാവിലെ 10:30. ഇന്ന് നമ്മൾ പോകുന്നത് റോസ് ഐലൻഡ് കാണാൻ വേണ്ടിയാണ്. റോസ് ഐലൻഡ് എന്നുള്ളത് പഴയ പേര്, ഇപ്പോഴത്തെ പേര് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മുടെ ഈ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. രാവിലെ ഇത്തിരി നേരത്തെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷേ ഇന്നലെ നല്ല ക്ഷീണമായിരുന്നു. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി, നല്ല റെസ്റ്റ് എടുത്തു. എന്നിട്ട് ഇപ്പോൾ ഒരു 10:30 ഇറങ്ങണത്. രാവിലെ 9 മണി തൊട്ട് അങ്ങോട്ട് ബോട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവേണ്ടത് അബർഡീൻ എന്ന് പറയുന്നൊരു ജെട്ടിയിലോട്ടാണ്. ഇവിടെ പ്രധാനപ്പെട്ട ജെട്ടികൾ 3 എണ്ണം ഉണ്ട്. ഒന്നാണ് ഈ അബർഡീൻ വഴിയാണ് നമ്മൾ ഈ റോസ് ഐലൻഡിലോട്ടൊക്കെ പോകുന്നത്. അതുപോലെ ഫീനിക്സ് ബേ എന്ന് പറയുന്നൊരു ജെട്ടിയുണ്ട്, അതാണ് ഇവിടെ തൊട്ടടുത്തുള്ളത്. അത് ഹാവലോക്ക് ഐലൻഡ്, അതുപോലെ നീല ഐലൻഡ്, അങ്ങോട്ടൊക്കെ ഉള്ള സർവീസൊക്കെ ബോട്ടൊക്കെ വരുന്നത് അതിലായിരിക്കും. പിന്നെ ഉള്ളതാണ് ഹാഡോ വാർഫ് എന്ന് പറയും. വലിയ വലിയ ബോട്ടല്ല, വലിയ വലിയ ഷിപ്പുകളൊക്കെ ഇല്ലേ, അതായത് ചെന്നൈയിൽ നിന്ന് വരുന്നതും പിന്നെ നളന്ദ സിന്ധു എന്നൊക്കെ പറഞ്ഞ വലിയ ബോട്ടൊക്കെ ഉണ്ട്. ബോട്ടല്ല, ഷിപ്പ്. ആ കപ്പലുകൾ വരുന്ന പ്രധാനപ്പെട്ട ജെട്ടി എന്ന് പറഞ്ഞാൽ ഈ ഹാഡോ വാർഫാണ്. അത് നമ്മൾ പോകുന്നുണ്ട്, അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 3 ജെട്ടികളാണ് ഉള്ളത്. അപ്പോൾ ഈ റോസ് ഐലൻഡിലോട്ട് പോകണമെങ്കിൽ അബർഡീൻ എന്ന് പറയുന്ന ജെട്ടിയിലോട്ടാണ് പോകേണ്ടത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഇവിടെ ഈ ഭാഗത്ത് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഈ ഓട്ടോ അതേ പോകണം. ഈ വഴി കൂടി ഇഷ്ടംപോലെ ഓട്ടോ കിട്ടും കേട്ടോ, അല്ലെങ്കിൽ ആ സ്റ്റാൻഡിൽ പോയി കയറിയാലും കുഴപ്പമില്ല. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. ഒരു ഓട്ടോ വിളിച്ച് പോവാം. പിന്നെ ഞാൻ ഇന്ന് അവിടെ മാത്രമേ പോകുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ബൈക്ക് എടുക്കാത്തത്. അല്ലെങ്കിൽ ബൈക്ക് റെൻറ്റിനെടുത്ത സുഖമായിട്ട് എല്ലായിടത്തും പോവാം. അപ്പോൾ ഈ ഇവിടെ മാത്രം പോകാൻ വേണ്ടി നമ്മളിനി ഒരു ദിവസത്തേക്ക് ബൈക്ക് റെൻറ്റ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഓട്ടോയിലോട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ കയറി പോവാം. അതുപോലെ നമ്മൾ താമസിക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല കേട്ടോ.
അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്ത പരിപാടി, നമുക്ക് ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകളുണ്ട്, അതുവഴി ഫുഡ് ഓർഡർ ചെയ്താണ് ഞാൻ ഇന്നലെ കഴിച്ചത്. നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഓട്ടോ കിട്ടോ നോക്കട്ടെ. അതെ അതെ, അബർഡീൻ ചെട്ടി എവിടെ ആവും? 50. ഓക്കെ. റോസൈലൻ. ഓക്കെ, അപ്പോൾ 50 രൂപ ആവുമെന്ന് പറഞ്ഞു. ഒരു ഓട്ടോ വിളിച്ചു. ഓ മോനെ, വ്യൂ നോക്കി, ഇത് കണ്ട, അതാണെന്ന് തോന്നുന്നത് റോസ് ഐലൻഡ്, ഇതാ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ ഇവിടെ വന്ന് ഇറങ്ങി 50 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ കുറേ ആളുകൾ വരുന്നുണ്ട്. എവിടെ ആവും റോസ് ഐലൻഡ്? 470. നോർത്ത് ബൈ നൈ ഓൺലി റോസ് ഐലൻഡ്. യെസ്. അപ്പോൾ ഇതാണ് ജെട്ടിലോട്ട് പോകുന്ന വഴി കേട്ടോ. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ടല്ലോ, തൊപ്പിയൊക്കെ ഉണ്ട്. ഇവിടെ നല്ല വെയിലായിരിക്കും ഈ സമയത്ത്. തൊപ്പി, സൺസ്ക്രീൻ അതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ കൂളിംഗ് ഗ്ലാസ് നല്ലതായിരിക്കും. ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ബുക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. അപ്പോൾ 470 രൂപയുണ്ട് അപ്പ് ആൻഡ് ഡൗൺ. നമ്മുടെ ഇവിടെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തു, പേയ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ പൈസ കൊടുത്തു, ബോട്ട് ബുക്ക് ചെയ്തു. ഇവിടെ വന്നാൽ ഡയറക്റ്റ് ബുക്ക് ചെയ്യാന്നുള്ളൂ. ഓൺലൈനിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിടാം. അതുപോലെ ഇവിടെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ 470 രൂപയല്ലോ, അത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. റോസ് ഐലൻഡിലോട്ട് മാത്രം. നമുക്ക് നോർത്ത് ബേ ഐലൻഡും കൂടി ചേർത്ത് പോകാം. അതിന് വരുന്ന റേറ്റാണ് ഇവിടെ കാണിച്ചേക്കണേ. 670 അല്ല 870 കണ്ട. നോർത്ത് ബേ മാത്രമാണെങ്കിൽ 670. ഈ റോസ് ഐലൻഡും നോർത്ത് ബേയും കൂടി ചേർത്താണെങ്കിൽ 870. റോസ് ഐലൻഡ് മാത്രമാണെങ്കിൽ 470. അങ്ങനെയുണ്ട് റേറ്റ്. ഇത് കണ്ട 1.5 മണിക്കൂർ കിട്ടത്തുള്ളേ. അതാണ് ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. അതായത് നമുക്ക് ഒരു 15 മിനിറ്റ് വേണം റോസ് ഐലൻഡിലോട്ട് പോകാനായിട്ട്, തിരിച്ചും 15 മിനിറ്റ്. അപ്പോൾ 1/2 മണിക്കൂർ പോയി. അപ്പോൾ 1 മണിക്കൂറേ അവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈമുള്ളൂ. അതൊരു പോരായ്മയാണ്, അല്ലെങ്കിൽ അത് മതിയാവില്ല എന്നാണ് പലരും പറഞ്ഞു കേട്ടത്. നമുക്ക് ഓടി നടന്ന് കാണേണ്ടി വരും അവിടുത്തെ സ്ഥലങ്ങൾ. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ബോട്ടിൻ്റെ സമയം നമുക്ക് അനുവദിച്ചിരിക്കുന്നത് 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ പേയ്മെൻറ്റ് കൊടുത്തില്ല. അപ്പോൾ എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഈ ഭാഗത്ത് വെയിറ്റ് ചെയ്യാം. നമ്മളെ കോൾ ചെയ്യും, ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ഓൺലൈനിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ ഇവിടുത്തെ വിസിറ്റേഴ്സ് ടൈം 4 മണി AM തൊട്ട് 8:30 PM വരെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ടൈം. അത് ഇവിടുത്തെ ടൈമിങ്ങാണെന്ന്. റോസ് ഐലൻഡിലോട്ട് നമുക്ക് 4 മണി വരെ പറ്റുള്ളൂ കേട്ടോ. അല്ല 4 മണിക്ക് അത് അടയ്ക്കും. അപ്പോൾ ഒരു 2 മണി വരെ ഇവിടുന്ന് വണ്ടികൾ പോവുള്ളൂ, അതുപോലെ ബോട്ടുകൾ പോവുള്ളൂ കേട്ടോ. റോസ് ഐലൻഡ് കാണുന്ന ഒന്ന് നേരത്തെ തൊട്ട് മുമ്പ് കണ്ടൊരു സംഭവമില്ലേ, അത് നോർത്ത് ബേ ആണ് കേട്ടോ. നോർത്ത് ബേ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. റോസ് ഐലൻഡ് അല്ല. റോസ് ഐലൻഡ് കുഞ്ഞൊരു ഐലൻഡ് അതേ കാണുന്നത്. അപ്പോൾ ഇതാണ് ജെട്ടി. എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. എവിടെയാണ് ഇതെന്താ സംഭവം? ഇതൊരു പാർക്കാണ് ഈ കാണുന്നത്. പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. ഇവിടെ കംപ്ലീറ്റ് പാർക്കാണ്. പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലവും നമുക്ക് വന്ന് ഇരിക്കാൻ നല്ല തണലുണ്ട്, നല്ല രസമുണ്ട്. കുറേ പ്രാവുകളൊക്കെ ഉണ്ട്. ഇത് ഒരു ബീച്ച് സൈഡാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. അത് നോക്കി, കുറേ ബോട്ടുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നു. നമുക്ക് പോകാനുള്ള ജെട്ടിയാണ് ഈ കാണുന്നത്. അതാണ് റോസ് ഐലൻഡ് കാണുന്നത്. അടിപൊളിയല്ലേ കാണാൻ? നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ വരാണെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും. ഇപ്പോൾ ഇത്തിരി വെയിലുണ്ട്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഈ ബീച്ചൊക്കെ ഇവർ ക്ലീൻ ചെയ്യുന്നത് കണ്ട. ബീച്ചൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല വൃത്തിയാണ് ഇവിടെ. കംപ്ലീറ്റ് വൃത്തിയായിട്ട് നോക്കേ. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നല്ല നല്ല ബീച്ചുകൾ അപ്പോൾ ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. യെസ്, നമുക്ക് പോകാനുള്ള ടൈം ആയിട്ടില്ല. അവർ വിളിക്കാമെന്നാണ് പറഞ്ഞത്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചേട്ടൻ വന്ന് വിളിച്ചു. നമ്മൾ ജെട്ടിയിലോട്ട് പോകാം കേട്ടോ. റോസി ഹിയർ എന്ന് എഴുതിയിട്ടുണ്ട്. സിം അറ്റ് യുവർ ഓൺ റിസ്ക് എന്നാണ് ഇവിടുത്തെയാണ്. ഇവിടെ സിം ചെയ്യാൻ ചിലപ്പോൾ പാടായിരിക്കും തോന്നണം. അപ്പോൾ നല്ല നീളമുള്ള ജെട്ടിയാണ്. ഒരു 200 മീറ്റർ നടക്കാനുണ്ട് ബോട്ട് കയറാനായിട്ട് കണ്ട. അപ്പോൾ നമുക്ക് ഈ ദ്വീപിലോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് കേട്ടോ. ഇങ്ങനെ ബോട്ട് കയറി വേണം പോകാനായിട്ട്. ഇവിടെ വന്ന ടിക്കറ്റ് എടുക്കാം. അപ്പ് ആൻഡ് ഡൗൺ പരിപാടിയാണ്. ഒറ്റ ബോട്ടിൽ തന്നെ ആയിരിക്കും തിരിച്ചു വരാൻ തോന്നണം. അതാണ് 1 മണിക്കൂർ സമയം നമുക്കുള്ളൂ. സ്പീഡിൽ കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ റോസ് ഐലൻഡ് എന്ന് പറയുന്നത് പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള അവരുടെ ആസ്ഥാനം വരുന്ന കേട്ടോ. അതായത് ഈ ആൻഡമാൻ മൊത്തം ഭരിച്ചിരുന്നത് അവരായിരുന്നല്ലോ. അപ്പോൾ അവരുടെ ആസ്ഥാന കേന്ദ്രമായിരുന്നു ഈ റോസ് ഐലൻഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പഴയ പേരാണ് കേട്ടോ ഈ റോസ് ഐലൻഡ്. പുതിയ പേര് 2018 മാറ്റിയത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ടാണ് അങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഭാഗമുണ്ട്. അവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട്. അവിടെയാണ് നേതാജി 1943 ഡിസംബർ 30
ഈ ഒരു ആൻഡമാനിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഇന്ത്യൻ പതാക ഉയർത്തിയ സ്ഥലമാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മതി, നമുക്ക് അവിടെ നേരിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ അതെ നമ്മൾ ജെട്ടിയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഫ്ലോട്ടിങ് ഉണ്ട് ഈ ഭാഗം. ആ ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ സ്ലിപ്പ് കൊടുക്കുന്നുണ്ട്. നോക്കട്ടെ, ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടോ നിങ്ങൾ ഇതാ കാണുന്നത്? അത് രാജീവ് ഗാന്ധിയുടെ സ്റ്റാച്ചു ഉണ്ടോ? ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ലോ ടൈഡാണെന്ന് തോന്നുന്നു. വേലി ഇറക്ക സമയമാണ്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് കാണാം, നിറച്ച് കക്ക ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. ഇത് അങ്ങോട്ടേക്കുള്ളൊരു ബ്രിഡ്ജാണ്. നമുക്ക് ഇതിലേ ഇങ്ങോട്ട് വരാൻ തോന്നുന്നു. അത് തന്നെ അങ്ങോട്ട് വഴിയുണ്ട്. അപ്പോൾ ഇതുണ്ട്, അത് ഇവിടെ ഈ കാണുന്ന സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി ഇങ്ങനെ ആളുകളിൽ ഇടയിലോട്ട് പൂ എറിഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. കണ്ട, പക്ഷെ എൻ്റെ മോനെ ഇത് നോക്കി, നിറച്ച് മീൻ. അതുമല്ല അടിത്തട്ട് കാണാൻ പറ്റണ്ട, അത്രയും ക്ലിയർ. അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല കാണാനായിട്ട്. നിറച്ച് മീനാണ്, പൊടിമീനുകൾ, നിറച്ച് പൊടിമീൻ. നമ്മുടെ ബോട്ട് വന്നിട്ടില്ല, ആ ചേട്ടനാണ് നമ്മളെ കൊണ്ടുവന്നത്. ബോട്ടിൻ്റെ നമ്പറൊക്കെ നോക്കി വെക്കണമെന്ന് അറിയില്ല, കുറേ ബോട്ട് കാണുമല്ലോ, ഇതിനകത്ത് ഏതാണെന്ന് അറിയത്തില്ല. നോക്കാം എങ്ങനെയാണെന്ന്. യെസ്, അതുപോലെ ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. കണ്ട, ഇത് നേതാജി സ്റ്റേഡിയമാണ്, നേതാജി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ടിലെ ലൈഫ് ജാക്കറ്റ് കൊണ്ടുവന്ന് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജാക്കറ്റൊക്കെ കിട്ടി. ജാക്കറ്റ് ഇട്ട് വേണം കേട്ടോ പോകാനായിട്ട്. നമ്മൾ ബോട്ടിൻ്റെ അങ്ങോട്ട് ഇറങ്ങാണ്. യെസ്, ഇത് നോക്കി. അയ്യോ, നല്ല ക്ലാരിറ്റി ഉള്ള വെള്ളം കേട്ടോ, നല്ല രസമുണ്ട്. ഇതേ ഫ്ലോട്ടിങ് ജെട്ടിയാണ് കേട്ടോ. അതായത് വേലിയിറക്കം വന്നാലും വേലിയേറ്റം വന്നാലും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ബോട്ട്. നമ്മൾ കയറിയ ബോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അൽ ജബ്ബാർ എന്ന് പറയുന്നൊരു ബോട്ടാണ്, 2019 ഉണ്ടാക്കിയേണ്ടത്. സമയം 11 മണി. നമ്മുടെ ബോട്ട് പുറപ്പെട്ടു. ഇനി നേരെ ആ കാണുന്ന റോസ് ഐലൻഡിലേക്ക്. യെസ്, നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഈ തായ്ലൻഡിൽ പട്ടായയിലൊക്കെ പോകില്ലേ, അതേപോലെ കുറേ ബോട്ടുകളൊക്കെ ഇങ്ങനെ കടലിൽ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട്. അതുപോലെ നല്ല കടലാണ് കാണാനായിട്ടേ, നല്ല കളറ്, നല്ല അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നൊരു 15 മിനിറ്റോളം എടുക്കും നമുക്ക് അവിടെ എത്താനായിട്ട്. അയ്യോ, ഇങ്ങനെ ആടി കണ്ടു പോകണം, നല്ല രസമുണ്ട്. അങ്ങനെ ഇപ്പോൾ സമയം 11:10 ആകുമ്പോൾ പോകുന്നു. 10 മിനിറ്റ് പോലും ഇല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ എത്തി. ഈ സംഭവം കണ്ടത് എന്താണെന്നറിയാമോ? ഇതാണ് ജാപ്പനീസ് ബങ്കർ. 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻകാർ ഉണ്ടാക്കിയ സംഭവമാണിത്. ബങ്കറാണിത്, ബങ്കർ. അതാണ് ഈ ജെട്ടിയുടെ ഏറ്റവും അറ്റത്തുള്ളത്. യെസ്, അപ്പോൾ നമ്മൾ ജെട്ടിയിലോട്ട് ഇറങ്ങി. ഇവിടെ കംപ്ലീറ്റ് മീനാണ് ഈ കാണുന്നത്. ഇതുണ്ടോ എൻ്റെ പൊന്നും. അപ്പോൾ 12:20 ആകുമ്പോൾ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബോട്ടിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇത് ജാപ്പനീസ് ബങ്കറാണ് അതിൻ്റെ അടിയിൽ. ഇതുണ്ടോ, ജപ്പാൻകാരുണ്ടാക്കിയ ബങ്കറാണ് ബ്രിട്ടീഷുകാർക്കെതിരെ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കണ്ട NSCB ദ്വീപ്, അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ്. അതാണ് ഈ ഒരു ഐലൻഡ്. 2018 ആ പേര് മാറ്റിയത്. ഈ ഐലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ആൻഡമാനിലെ ബ്രിട്ടീഷുകാരുടെ ഭരണസിരാ കേന്ദ്രം. അവരുടെ ആസ്ഥാനമായിരുന്നു ഈ ഒരു സ്ഥലം. അപ്പോൾ അതൊക്കെ തകർന്നടിഞ്ഞ് എല്ലാം പോയിട്ടോ. നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇതിനെ കിഴക്കിൻ്റെ പാരീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയായിരുന്നു ഇതിൻ്റെ പേര്. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരു സ്ഥലമാക്കി മാറ്റാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ആ കാണുന്നതാണ് നോർത്ത് ബേ എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ വന്നത് ആ ഭാഗത്തുനിന്ന്. എവിടെ നിന്നാണ് വന്നത്? അതെ അവിടെ. നല്ല കളറല്ലേ എൻ്റെ മോളെ, നിങ്ങൾ കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാനിവിടെ എന്തുകൊണ്ടാണ് ഇത്രയും വൈകി എത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. യെസ്, അപ്പോൾ ഇവിടെ വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ 1 മണിക്കൂറാണ് സമയമുള്ളൂ, അതാണൊരു പ്രശ്നം. പെട്ടെന്ന് ഓടിയണമെന്ന് കാണാം. അതേ ഇവിടെ ഉണ്ടല്ലോ ജാപ്പനീസ് ബങ്കർ. ഇത് പെയിൻ്റൊക്കെ അടിച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് തോന്നണേ, നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഇങ്ങനെയുണ്ടോ നോക്കട്ടെ. ആഹാ, അയ്യോ, ഇതായിരുന്നൊരു ബങ്കർ. ഇവിടെ എണീറ്റ് നിൽക്കാൻ പറ്റത്തില്ല, അല്ലെന്ന് വെച്ചാൽ തലയിടിക്കുന്നു. പിന്നെ ജപ്പാൻകാർക്ക് പൊക്കം കുറവായതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെയായിരുന്നു ആ സംഭവം. എന്നിട്ട് ഇവിടെ നിന്ന് വെടിവെക്കും. ടിഷ്യൂ. ഇവിടെ മതിലൊക്കെ പുതിയ ഒന്നായിരിക്കും കേട്ടോ ചിലപ്പോൾ. കണ്ടാ, ഇങ്ങനെയാണ് ഒരു ബങ്കറിൻ്റെ ഉള്ളിലെ കാഴ്ച. എന്താണല്ലോ പണ്ട് ജപ്പാൻകാർ ഉപയോഗിച്ചിരുന്നാണേ. അടിപൊളി. അയ്യോ, എൻ്റെ തലയിടിച്ച്. ബങ്കറിൽ കയറി പണി കിട്ടി. യെസ്, നമുക്ക് അപ്പോൾ ഇവിടെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ദേ ഒരു മാൻ നിൽക്കണം. ദേ നോക്കി, നമ്മളെ ഈ ദ്വീപിലോട്ട് വെൽക്കം ചെയ്തുകൊണ്ട് ഒരു മാൻ ഇവിടെ നിൽക്കുന്നുണ്ട്.
ഇതിനെ തൊടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നോണ്ട. അയ്യോ, ഇവിടെ ഗൈഡ് അവൈലബിൾ ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഗൈഡിൻ്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ കുറേ മാനുണ്ട് കേട്ടോ, അതിൻ്റെ കൊമ്പൊക്കെ അടിപൊളി. ഹലോ, ഇവിടെ പണ്ടൊരു സൂ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്താണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം ഇവരെ ഇങ്ങനെ തുറന്നു വിട്ടതാണ്. പിന്നെ അങ്ങനെയാണ് കുറേ മാനുകൾ ഇവിടെ പെറ്റുകി ഈ ഐലൻഡിലുണ്ട്. നമുക്ക് ഇവിടുത്തെ പരിപാടി എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇവിടെ ഒരു ഇലക്ട്രിക് വണ്ടി കിട്ടും. ഇത് കണ്ടോ, ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് അറിയില്ല. ഇലക്ട്രിക് വണ്ടി കയറിയാൽ നമുക്ക് പെട്ടെന്ന് കണ്ട് വരാം. നടന്നു പോയാൽ ഈ സമയം കൊണ്ട് കണ്ടു തീരുമെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ റേറ്റ് എത്രയാണാവോ? ഈ വണ്ടിക്ക് 600 രൂപയാണ്. പക്ഷേ പെർ പേഴ്സണ് 100 രൂപ വെച്ച് കൊടുത്താൽ മതി. 6 പേരെ കയറി പോകാൻ പറ്റും. 6 പേർക്ക് കയറാം. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് അവർ എടുക്കണം. ഞാനേ ജസ്റ്റ് വണ്ടി എടുക്കാണ്ടൊക്കെ നടന്നാലൊന്ന് ആലോചിക്കായിരുന്നു. നടന്നെത്തുമോ നമുക്ക് നോക്കാമല്ലോ. ഇല്ലെങ്കിൽ പകുതി വെച്ച് തിരിച്ചു വരേണ്ടി വരും, വേറെ വഴിയില്ല. ഇത് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും സമയം കൊടുക്കേണ്ടതായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് ഇത് ഓടിച്ചിട്ട് കാണേണ്ടി വരും. ഇവിടെ വേ ടു എക്സിബിഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും തുടങ്ങണേന്ന് തോന്നണം. ഇവിടെ നിന്ന് അങ്ങ് നടക്കാം. ഇവിടെ ഈ നേതാജി വന്നതിൻ്റെയും പിന്നെ ഇവിടുത്തെ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ മൊത്തം എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ളത് പഴയ കാലത്തെ ബ്രിട്ടീഷുകാരുടെ പല ടൈപ്പ് ബിൽഡിങ്സൊക്കെ ഉണ്ട്. അതിനകത്തൊന്നാണിത്. ഇതൊരു അലി സ്റ്റോർ എന്നാണ് കാണിക്കുന്നത്. പഴയൊരു സ്റ്റോറേജ് ആയിരിക്കണം. കണ്ടോ, പക്ഷെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ. ഇവിടെ പഴയകാല ഒരു കാറൊക്കെ കിടക്കുന്നുണ്ട്. നോക്കി കൊള്ളാലേ. ഈ കാണുന്നത് ഒരു പമ്പ് ഹൗസാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. അതായത് ഈ ദ്വീപിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിരുന്നത് ഈ കിണറിൽ നിന്നാണ്. കണ്ടോ, ആ വെള്ളം ഉണ്ടല്ലോ, നല്ല വെള്ളം ഒരുക്കട്ടെ മിക്കവാറും. ഞാൻ ഈ സൈഡിലോട്ട് വന്നപ്പോൾ ഇവിടെ നിറച്ച് മാനുകളുണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഓഫീസേഴ്സ് ടോയ്ലറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് നോക്കി, ഇവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. നമ്മളെ കണ്ടിട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നിറച്ച് മാനുകളാണ്. ഇവിടെയുണ്ട്, ഇതേ ഓടുന്നു. ഉണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഈ മാനിൻ്റെ കാഷ്ടമാണ് ഇവിടെ മൊത്തം. അത് ചവിട്ടിക്കൊണ്ട് നടക്കണം. പിന്നെ ഇതേ ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ കാണുന്ന ജാപ്പനീസ് ബങ്കറൊക്കെയാണ്. ഇത് കണ്ടാ, ഇത് പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നു മൊത്തത്തിൽ. ഇതൊരു ബങ്കറാണ്. ഇത് എല്ലാ ദ്വീപുകളിലും ഉണ്ട് കേട്ടോ ഈ സംഭവം. ഈ ദ്വീപിൻ്റെ ചുറ്റും ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ പഴയ ബിൽഡിങ്ങൊക്കെ ഉണ്ടായിരുന്നതാണ്, അതൊക്കെ പൊളിഞ്ഞു പോയി. കണ്ട, നല്ല രസമല്ലേ കടൽ നോക്കി നിങ്ങൾ. എൻ്റെ അമ്മോ, എന്ത് രസമാണ് നോക്കി. ഓയ് അടിപൊളി. ഓ, ആൻഡമാൻ ഒരു 1.5 സ്ഥലം തന്നെയാണ്. യെസ്. അപ്പോൾ ഞാൻ സ്പീഡിൽ ഓടിയണതാണ് വീഡിയോ എടുക്കണം കേട്ടോ. ഈ ഭാഗത്ത് മൊത്തം തകർന്നടിഞ്ഞ ബിൽഡിങ്ങൊക്കെ കാണാം. ഇതൊരു പവർ ഹൗസായിരുന്നു. അതായത് ഈ ദ്വീപിലേക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങാണ്. ഈ കൊമ്പ് കണ്ടോ, ഇത് ആക്ച്വലി മൊത്തം തകർന്നിരിക്കുകയാണെങ്കിലും ഈ കാണുന്ന ആലുകൾ കണ്ട, ആലിൻ്റെ വേരുകൾ കൊണ്ട് അത് ഇങ്ങനെ ബലമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് തകർന്ന് വീഴത്തില്ല. ഇപ്പോൾ ഈ ഇഷ്ടിക കണ്ട, ശരിക്കും അത് പൊളിഞ്ഞ് വീഴാത്തതിൻ്റെ റീസൺ ഈ വേരുകൾ ഇങ്ങനെ പോയേക്കുന്നതുകൊണ്ടാണ്. ആ വേരുകളാണ് അതിന് ബലം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇത് നോക്കി. ഓ, പണ്ട് ഇവിടുത്തെ സൈനികർ ഒക്കെ ഉപയോഗിച്ചിരുന്ന സ്വിമ്മിംഗ് പൂളാണ്. കണ്ടോ, നല്ല രസമുണ്ടല്ലോ. നമ്മളെ ഇവിടെ കാണുന്നത് ശരിക്കൊരു അവശിഷ്ടങ്ങൾ മാത്രമല്ല, ശരിക്കും ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യം ആൻഡമാനിൽ എന്തായിരുന്നു എന്നുള്ളതൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്നൊരു അനുഭവങ്ങളാണ്. അതായത് അവരെങ്ങനെയാണ് ഇവിടെ ജീവിച്ചതെന്നും അവരുടെ ആഡംബരവും അധികാരവും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിൻ്റെ തകർന്നടിഞ്ഞ സ്മാരകങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കണം. ഇവിടെ ശരിക്കും എന്തുകൊണ്ടാണ് ഇതൊക്കെ തകർന്നതെന്ന് വെച്ചാൽ 1941 ഒരു വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ജപ്പാൻകാരുടെ അധിനിവേശം കൂടി ഒന്നിച്ച് സംഭവിച്ചു. അങ്ങനെ ഇതൊരു പ്രേത നഗരമായിട്ട് മാറി. എല്ലാ സംഭവം പൊളിഞ്ഞു പോയേക്കാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒരു കാലത്തെ പ്രതാപം വിളിച്ചോതുന്ന രീതിയിലുള്ള കെട്ടിടാവശിഷ്ടങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് പഴയൊരു പള്ളി കാണാനുണ്ട്, ബ്രിട്ടീഷുകാരുടെ ബംഗ്ലാവുകൾ, ആശുപത്രികൾ, ബേക്കറികൾ, അങ്ങനെ കുറേ സംഭവമുണ്ട്. പിന്നെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് നമ്മൾ വന്ന ഭാഗത്തിൻ്റെ റൈറ്റ് സൈഡായിട്ട് അവിടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ മ്യൂസിയമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഇതെല്ലാം കൂടി ഓടിച്ചിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാണാൻ പറ്റുന്ന അത്രയും നമുക്ക് വേഗം കണ്ടു തീർക്കാം. നമ്മൾ ഇപ്പോൾ കണ്ടിറങ്ങിയ ബിൽഡിങ് അതേ കാണുന്നതാണ്. ഇതെന്താ സംഭവം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ക്ലബ്ബായിരുന്നു. അതായത് ബ്രിട്ടീഷ് ട്രൂപ്സിലുള്ള ജൂനിയർ കമ്മീഷൻഡ് ആയിട്ടുള്ളതും നോൺ കമ്മീഷൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് കണ്ട, ആ ചേട്ടൻ ഉരുട്ടിക്കൊണ്ട് പോണത് കൊള്ളാലേ. ശരിക്കേ ഇതൊരു
കയറ്റമാണ്. ഈ വണ്ടി ഉണ്ടെങ്കിൽ സുഖമാണ്, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ വണ്ടി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ചേട്ടാ ഇങ്ങനൊരു വഴി ഇങ്ങനെ പോകുന്നുണ്ട്, ചെറിയൊരു കയറ്റമാണ്. ഇതൊരു കുന്നാണ് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ. വണ്ടിക്ക് പോവുകയാണെങ്കിൽ എളുപ്പമാണ്. ഇപ്പോൾ സമയം 11:30. നമ്മുടെ മുമ്പിൽ ഇനി 3/4 മണിക്കൂർ കൂടി ഉണ്ട്. നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഏറ്റവും അറ്റത്തൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അവിടം വരെ നമുക്ക് പോകണം. നമുക്കിനി കാണാനുള്ളത് ചർച്ചുണ്ട്, ചീഫ് കമ്മീഷണറിൻ്റെ ബങ്ക്, ഫെറി ബീച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. ചർച്ച് നേരെ മുമ്പിൽ കാണുന്ന ചർച്ചാണ്. നടന്ന് ക്ഷണിച്ചാൽ ഇരിക്കാൻ ഇങ്ങനത്തെ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. കതച്ച് ഇവിടം വരെ എത്തിയപ്പോൾ. അപ്പോൾ ഇതാണ് ഈ ഒരു റോസ് ഐലൻഡിലെ ഏറ്റവും പ്രശസ്തമായൊരു കാഴ്ച. ഇതൊരു ചർച്ചാണ്. അപ്പോൾ കല്ലുകൊണ്ടുള്ള ഈ ഒരു പടിക്കെട്ടുകൾ കയറി നമ്മൾ ചർച്ചിൻ്റെ അങ്ങോട്ട് എത്തും. ഇതൊരു പ്രസ്ബിറ്റീരിയൻ ചർച്ചാണ്, പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച്. ഈ ഒരു ദ്വീപിലുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഉണ്ടായിരുന്ന ഒരു പള്ളിയാണ്. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. മേൽക്കൂരയൊന്നുമില്ല, അതൊക്കെ മൊത്തം പോയി. ഈ സൈഡിലുള്ള ഭിത്തികൾ മാത്രമേ ഉള്ളൂ. ആ ഭിത്തികൾ നല്ല കല്ലുകൊണ്ടൊക്കെ നിർമ്മിച്ചതായതുകൊണ്ട് അതിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ ആലിൻ്റെ വേരുകൾ കാരണം അതിങ്ങനെ വീഴാണ്ട് നിൽക്കുകയാണ്. കണ്ടാ, ഇതായിരുന്നു ഒരു കാലത്തെ ബ്രിട്ടീഷുകാർ എപ്പോഴും പ്രാർത്ഥിക്കാൻ വന്നിരുന്ന ഒരു സ്ഥലം. എല്ലാ ആരാധനാലയങ്ങളും ഇതുപോലെയൊക്കെ തന്നെയാണ്, മനുഷ്യരില്ലെങ്കിൽ വെറും കെട്ടിടങ്ങൾ മാത്രമല്ലേ. ഇതായിരുന്നു ഈ പള്ളിയുടെ പ്രധാന അൽത്താര. ആളുകൾ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട വലിയ ഇതിങ്ങനെ ഒരു ടവർ കാണാം കേട്ടോ. ഇത് കണ്ട അതൊക്കെ ബാക്കിയുണ്ട്. ആ ടവർ കാണാം, പള്ളിയുടെ മെയിൻ ടവർ ഇതായിരുന്നു. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരെ മരം, അതിൻ്റെ വേരുകൾ ഇങ്ങനെ ഇറങ്ങിയേക്കാണ്. ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ പോവാം. എൻ്റെ മുന്നും ഇത് കണ്ട മൊത്തം കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കരിങ്കല്ലല്ലേ ഇത്. ഈ ദ്വീപിൽ നിന്ന് തന്നെ വെട്ടിയെടുത്ത കല്ലുകളൊക്കെയാണ് കണ്ട, അതിൻ്റെ അവശിഷ്ടങ്ങളാണ് കാണുന്നത്. ഇതിന് നേരെ പുറകിൽ കടലാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 100 വർഷത്തോളം പഴക്കമുണ്ട് ഇതിന്. അതുപോലെ ഇതിൻ്റെ ഫ്രെയിമുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബർമ തേക്ക് ഉപയോഗിച്ചിട്ടായിരുന്നു. എന്തൊക്കെയാണല്ലേ. പിന്നെ കുറച്ചും കൂടി കയറി വന്നപ്പോൾ ഇവിടെ കമ്മീഷണേഴ്സ് ബംഗ്ലാവെന്ന് കാണിക്കുന്നുണ്ട്. തെങ്ങൊക്കെ മറിഞ്ഞു വീണേക്കണമൊക്കെ. ആ കാണുന്ന ബിൽഡിങ്ങാണ്. ഇത് വഴിയൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഈ കാണുന്ന പടവുകൾ കണ്ട, ഇത് കയറി ചെല്ലുന്നത് ഈ ആൻഡമാൻ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണറുടെ ബംഗ്ലാവ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഈ ചീഫ് കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ആൻഡമാനിലെ ഏറ്റവും ഉയർന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒന്നുമില്ല, കംപ്ലീറ്റ് പൊളിഞ്ഞുപോയി. ഈ കാണുന്ന അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ കേട്ടോ. ഇവിടെ നിന്നാൽ പ്ലോട്ട് ബ്ലെയർ മൊത്തം കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയണേ. പക്ഷെ ഇപ്പോൾ മൊത്തം മരങ്ങളാണ്. അന്ന് ഈ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അവർ ആ രീതിയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇറ്റാലിയൻ ടൈലുകളൊക്കെയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഡാൻസ് പാർട്ടി നടക്കുന്ന സ്ഥലവും അതൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഇന്നിപ്പോൾ ഈ കാണുന്ന അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ആൻഡമാൻ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ, അതായത് ഏറ്റവും ഉയർന്ന ആളായിരുന്നു ചീഫ് കമ്മീഷണർ എന്ന് പറയുന്നത്, ടോപ്പ് ആയിട്ടുള്ള ഓഫീസർ. അദ്ദേഹത്തിൻ്റെ വീടായിരുന്നു ഇത്. കണ്ടോ, മൊത്തം അവശിഷ്ടങ്ങൾ മാത്രമായിട്ട് കിടക്കുന്നു. യെസ്, ഇപ്പോൾ സമയം 11:45. നമ്മൾ ഓടി ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആൻഡമാനിലെ മറ്റേ പ്ലോട്ട് ബ്ലെയർ ഭാഗത്ത് വ്യൂ ഒക്കെ കാണാം കേട്ടോ. ഈ അവശിഷ്ടങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ മാനുകളൊക്കെ വരും ഇടയ്ക്കിടയ്ക്ക്. നല്ല രസമാണ്. അവർക്ക് സ്വതന്ത്രമായിട്ട് ഈ ദ്വീപ് മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കാം. പെട്ടെന്ന് സ്ഥലങ്ങൾ കാണാൻ ഒരു കാര്യം പറയാം. നമ്മൾ നേരെ കയറി വന്നില്ലേ, കയറി വരുമ്പോൾ ചർച്ച് കാണാം. ചർച്ചിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും റോഡ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇടത്തോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ കണ്ട ചീഫ് കമ്മീഷണറിൻ്റെ ഓഫീസ് ഉള്ള സ്ഥലം. അവിടെ ആ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്താം. അവിടെ ഇവിടെയും കറങ്ങി നടന്ന സമയങ്ങളുണ്ട്. ആ ഒരു റൂട്ട് പിടിച്ചാൽ മതി. ഇതുണ്ടോ എൻ്റെ അതിൻ്റെ അടിഭാഗം ഭയങ്കര വലിപ്പം. നടന്നു വരുമ്പോൾ യു ആർ എൻട്രിങ് ഡിഫൻസ് ഏരിയ എന്ന് എഴുതിയിരിക്കുന്നു. റിസ്ട്രിക്റ്റഡ് ആക്സസ് എന്ന് വെച്ചാൽ ഇങ്ങോട്ടായിരിക്കും. ഇതെന്തോ ജനറേറ്ററോ എന്തോ സംഭവമൊക്കെ, ടവറൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നമ്മളങ്ങോട്ട് പോകണില്ല, ഈ വഴി നേരെ അങ്ങോട്ട് പോവാം. ആൾക്കാർ പോകുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ നടന്നു വരുമ്പോൾ ഇങ്ങനൊരു ബിൽഡിംഗ് കാണാം. ഇത് അത്യാവശ്യം നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേടുപാടുകളൊന്നുമില്ല. പഴയ എനിക്ക് തോന്നുന്നു 19-ാം നൂറ്റാണ്ടിലുള്ള ഒരു ആർക്കിടെക്ചറാണ് ഈ കാണുന്നത്. നോക്കി, ഇത് ബ്രിട്ടീഷ് ട്രൂപ്പിൻ്റെ ബാരക്കായിരുന്നു. അവരുടെ ആയുധങ്ങളും സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമായിരിക്കണം. കണ്ടോ, ഈ വണ്ടി പോവുകയാണെങ്കിൽ വെയിൽ കൊള്ളാണ്ട് സുഖമായിട്ട് നടക്കാൻ പെട്ടെന്ന് എത്താൻ പറ്റും. അതാണ് നല്ലത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ സമയം കിട്ടുമെന്നാണ് വിചാരിക്കണം. നോക്കാം. ഇതുണ്ട്, ഇതാണ് ഒരു ബിൽഡിങ്. ഈ ബിൽഡിങ്ങിന് അങ്ങനെ കാര്യമായിട്ട് കേടുപാടുകളൊന്നും ഇല്ലയെന്നാണ് കാണുമ്പോൾ തോന്നുന്നത്.
പക്ഷേ ഈ സൈഡിലൊക്കെ ഉണ്ട്. ഇവിടെയും കുറേ ബിൽഡിങ്സൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഭാഗമായിട്ട്. ഇതേ ഒരു മാൻ നിൽക്കണം ഉള്ളതല്ലേ. ഈ ഭാഗത്തും ചെറിയൊരു പള്ളിയും അതുപോലെ ടെന്നീസ് കോർട്ട്, പിന്നെ കുക്ക് ഹൗസ് എന്നൊക്കെ പറയുന്നൊരു ഏരിയ. ഇതിൻ്റെ അടിഭാഗമൊക്കെ ഇളകിയിരിക്കുന്നു. ഇങ്ങോട്ടൊക്കെ കയറി അതൊക്കെ മേത്ത് വീഴുമെന്ന് നോക്കണം. പൊളിഞ്ഞെങ്ങാനും വീണാലേ പണിയാവും. യെസ്, നമ്മൾ ലാസ്റ്റ് എത്തിയെന്ന് തോന്നുന്നു. ഇവിടെ നേവൽ കോസ്റ്റൽ ബാറ്ററി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ വണ്ടികൾ ഇവിടം വരെയാണ്ട വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ ഭാഗം അത് നടന്നു പോയി കാണേണ്ടി വരും. ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ വണ്ടി കിട്ടുമോ എന്ന് അറിയത്തില്ല. ഇവിടെ ഒരു ജ്യൂസ് കടയൊക്കെ ഉണ്ട്. വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഉണ്ട്, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ നമുക്ക് ഇനി എങ്ങോട്ടാണ് പോകണ്ട, ഇതിലേന്ന് തോന്നണം. ഇതിലേ പോയി നോക്കാം. ഇവിടെ ഒരു ഷിപ്പിൻ്റെ ആങ്കറൊക്കെ കാണാം. ഇത് തന്നെയാണ് വഴി. ആ ലൈറ്റ് ഹൗസിൻ്റെ ഭാഗം എത്തി മോനെ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി 12 മണിക്കൊരു 5 മിനിറ്റ് കൂടിയുണ്ട്. 11:55 തിരിച്ചു പോകാൻ സമയം കിട്ടുമെന്നാണ് വിചാരിക്കണം. ഓയ്യോ, വ്യൂ ഉണ്ട് ഇവിടുത്തെ, അടിപൊളി വ്യൂ. അതാണ് ലൈറ്റ് ഹൗസ്. അവിടെ ഒരു ലൈറ്റ് ഹൗസ് കാണാം. അതാണ് ഈ പഴയ 20 നോട്ടിൻ്റെ ബാക്കിലുള്ള ചിത്രം. ഞാൻ അവിടെ പോകുന്നുണ്ട്, അപ്പോൾ കാണിച്ചു തരാം. ആ ഫോട്ടോ എടുത്തിരിക്കുന്ന സ്ഥലമാണത്. നോർത്ത് ബേ, അതാണ് നോർത്ത് ബേ. ഇനി നമുക്ക് ഇറങ്ങി പോകേണ്ടത് താഴത്തോട്ട്. അവിടെ പുറകിൽ നമുക്ക് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. അതിൻ്റെ വലത് ഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴത്തോട്ട് പോകാനുള്ളൊരു വഴിയുണ്ട്. ഫുള്ള് ഇതുപോലത്തെ പനകളാണ് കേട്ടോ. അത് കണ്ടോ, അമ്പോ, ഒരു കിടിലം വ്യൂവിലോട്ടാണ് നമ്മൾ പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഒരു മാൻ നിൽക്കണമൊക്കെ എല്ലായിടത്തും കാണട്ടെ ഇങ്ങനെ മാനുകൾ. നല്ല രസമല്ലേ, ശരിക്കും കാട്ടിൽ വന്നൊരു പ്രതീതിയാണ് ആക്ച്വലി ഈ മാനുകളെ കൂടി കാണുമ്പോഴേ. ഈ മാനുകൾക്കൊന്നും തീറ്റ കൊടുക്കാൻ പാടില്ല കേട്ടോ. ചിലപ്പോൾ അവർ പറയുമായിരിക്കും തീറ്റ കൊടുക്കാൻ പാടില്ല, അതിൻ്റെ ഒപ്പം ഫോട്ടോയും തൊടയൊക്കെ ചെയ്യാം, അത് പ്രശ്നമില്ല. ഒയ്യോ, ഇതാണ് സ്ഥലം. യെസ്, ഇതാണ് ഈ ദ്വീപിലെ ഏറ്റവും ഹൈലൈറ്റ് പോർഷൻ. ഇവിടെയാണ് വരേണ്ടത്. പലരും ഇവിടെ വരാറില്ല എന്നാണ് എനിക്ക് തോന്നണം. ഒയ്യോ, കിടിലം വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. ശരിക്കും നിങ്ങൾക്ക് ഈ പഴയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ താല്പര്യമില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് വെച്ച് വിട്ടാൽ മതി. കാരണം ഇവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാമല്ലോ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ വ്യൂ. സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ വരുമ്പോൾ ഇതാണ് വ്യൂ കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല കാറ്റാണ്. ഇത് മരം കൊണ്ടുണ്ടാക്കിയൊരു പാലം. അത് തൂണുണ്ട്, അതിനകത്ത് ടൈലിട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് നടന്നൊരു 50 മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്തും. ഇതുണ്ട്, ഇവിടെ കംപ്ലീറ്റ് പാറയാണ്. അതായത് ഇതിപ്പോൾ ലോ ടൈഡാണ്, വേലി ഇറക്കമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പാറകളൊക്കെ കാണാൻ പറ്റുന്നത്. കുറച്ച് കഴിയുമ്പോൾ എനിക്കാണ് ഉച്ചയ്ക്ക് ശേഷം വന്നാൽ ഇത് ഫുള്ള് വെള്ളമാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ബങ്കറിൻ്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നത്. ഇതൊക്കെ നല്ല കട്ടിയുള്ള കറുത്ത പാറകളുടെ. അയ്യോ, ഭയങ്കര കാറ്റ്. കീടിലും വ്യൂ. പെട്ടെന്ന് കാണാം, നമുക്ക് അധികം സമയമില്ല. നേരെ അറ്റത്തേക്ക് പോവാം. ഇവിടെ നല്ല തിര അടിക്കുന്നുണ്ട്, അതുപോലെ നല്ല ക്ലിയർ വാട്ടർ, വെള്ളം ഇങ്ങനെ അടിച്ച് തെറിക്കുന്നുണ്ട്. ഭയങ്കര കാറ്റാണേ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കാറ്റിൻ്റെ ശബ്ദം ഉണ്ടാവും. കണ്ടോ, വെള്ളം തെറിക്കുന്നുണ്ടോ അവിടെ? അടിപൊളി. അതാണ് നോർത്ത് ബേ. ഇതാണ് നമ്മൾ വന്ന ആ ഒരു സ്ഥലം, വിജയപുരം, ശ്രീ വിജയപുരം, പോർട്ട് ബ്ലെയർ. വാ, കിടിലം വ്യൂ. നേരെ അറ്റത്തേക്ക് വിടാം. ഇവിടെ ഒരു സെയിലറിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിലങ്ങ് പോവാം. ആഹാ, ഫ്ലാഗ് ഓഫ് കമാൻഡർ ഇൻ ചീഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ഷിഫ്റ്റഡ് ദിസ് ലൊക്കേഷൻ 2022 എന്നാണ് ഇവിടെ ഒരു ഫലകം വച്ചിരിക്കുന്നത്. അതാണ് ഈ ഫ്ലാഗ്. ആക്ച്വലി നമുക്ക് ഇവിടം വരെ വരാൻ പറ്റുള്ളൂ. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ കാണാം. ഇത് കണ്ട, അതാണ് ലൈറ്റ് ഹൗസ്. അങ്ങോട്ടേക്ക് ശരിക്കും നടന്നു പോകട്ടെ. ഈ വേലിയിറക്ക സമയത്ത് നമുക്ക് നടന്ന് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. പക്ഷെ നമുക്ക് പോകാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടം വരെ വരാൻ പറ്റുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. അതാണ് നോർത്ത് ബേ. അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 20 നോട്ടിൻ്റെ പിക്ചർ ഉള്ളത്. അതാണ് പഴയ 20 നോട്ട്. കംപ്ലീറ്റ് കിടിലം വ്യൂ വേണ്ട, 180 ഡിഗ്രിയിൽ വ്യൂ ആണ് അവിടെ. ഇത് കണ്ട, ഇതാണൊരു സ്റ്റാച്ചു ഇവിടെ ഉള്ളത്. ഇത് കണ്ട, നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. ഒരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ ഇവിടെയുള്ള തിരക്ക് മൊത്തം പോയി. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു, ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്. കണ്ട, ഇപ്പോൾ നല്ല ഭംഗിയിൽ കാണാം, ഒട്ടും തിരക്കില്ല. അപ്പോൾ ഇതാണ് ആ ഒരു ലൈറ്റ് ഹൗസിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ. കണ്ട, ഇവിടം വരെ നമുക്ക് നിൽക്കാം. അടിപൊളിയല്ലേ? തിര ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. യെസ്, അപ്പോൾ നമുക്കിനി തിരിച്ചു പോകാൻ സമയമായി. ഇനിയൊരു 15 മിനിറ്റ് കൊണ്ട് നടന്ന് തിരിച്ച് അവിടെ എത്തണം. ഇപ്പോൾ സമയം 12:15, 12:20 എത്തണമെന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ എന്നെ വിളിച്ചു. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് എത്തും. നമ്മൾ ഓൾമോസ്റ്റ് നടന്നെത്തി, ഇനി 5 മിനിറ്റ് കൊണ്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ വണ്ടി എടുക്കുന്നത് തന്നെയാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നി. കാരണം അല്ലെങ്കിൽ ഓടിച്ചെത്ത് കിടന്ന് നമ്മൾ സ്ഥലങ്ങൾ കാണേണ്ടി വരും. അതാണൊരു പ്രശ്നം. ഇങ്ങനത്തെ വണ്ടി എടുത്താൽ മതി.
അപ്പോൾ സുഖമായിട്ട് പോവാം. പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോൾ ബിവെയർ ഓഫ് ഫോളിങ് കോക്കനട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളാണോ നോക്കേണ്ടത്? നമ്മളെന്താണ് ഓരോ തെങ്ങി കയറി നോക്കണോ? തേങ്ങ വീഴാറായോ എന്ന് ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാർ നോക്കണ്ടേ? നമ്മളിങ്ങനെ അറിയണത് വീഴാറായെന്ന്. അപ്പം അങ്ങനെ ഒരു ബോർഡൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു ടൈമിംഗ് ഒരു പ്രശ്നമാണ്. ശരിക്കും ഒരു 2 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കണം. കാരണം അല്ലെങ്കിൽ ഇവിടെ വരുന്ന സഞ്ചാരികൾ ഓടിച്ചെത്ത് കാണണം ഈ ഒരു സംഭവം. ഞാനാണെങ്കിൽ കതച്ചൊരു വഴിയായി. അയ്യോ. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ വണ്ടി എടുക്കാമെന്നാണ്. അത് എക്സ്ട്രാ പൈസ കൊടുത്ത് നമ്മൾ എടുക്കണം. പക്ഷേ നമ്മൾ അത്യാവശ്യം സക്സസ്ഫുള്ളി ഓടിയാണെങ്കിലും കതച്ചാണെങ്കിലും സ്ഥലം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഒരു സാധനമുണ്ട്, അത് ആ ഭാഗത്താണ്. അവിടെ മറ്റേ സുഭാഷ് ചന്ദ്രബോസ് വന്നതിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. അത് മാത്രം നമുക്ക് മിസ്സായിപ്പോയി. അതിനെത്തൂല. എനിക്ക് 12:16 ഇനി ഇപ്പം നേരെ അവിടെ ചെല്ലണം. നമുക്ക് തിരിച്ചു പോകാൻ ടൈമായി. ഇപ്പം ഇവിടെ ശരിക്കും ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, ഇവിടെ വരുന്നവർക്കും സമാധാനമായിട്ട് കാണാനുള്ളൊരു സമയം കൊടുക്കണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത്. അല്ലെങ്കിൽ ഓടിച്ചെത്ത് നമ്മൾ കാണണം ഓരോ സ്ഥലം. പിന്നെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ വണ്ടികളെല്ലാം അട്രാക്ഷൻസിൻ്റെ അല്ലെങ്കിൽ ഓരോ ബിൽഡിങ്സിൻ്റെ മുമ്പിൽ നിർത്തുന്നില്ല. അവർ നേരെ വണ്ടി ഓടിച്ച് പോകാൻ മാത്രമേ ഉള്ളൂ. ഇതൊരു ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്, പഴയ ഹോസ്പിറ്റൽ. യെസ്, നമ്മളെത്തി. അങ്ങനെ ഇത് കണ്ട സമയം നോക്കി 12:20 ഒരു 2 മിനിറ്റും കൂടി ഉണ്ട്. കറക്റ്റ് ഷാർപ്പ് ടൈമിൽ നമ്മൾ പറഞ്ഞ സമയത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. 2 മിനിറ്റ് മുമ്പേ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ച് പോകാം. അവിടെയാണ്, ആ ഭാഗത്താണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു മ്യൂസിയം ഉള്ളത്. അത് നമുക്കിനി കാണാനുള്ള ടൈമില്ല. അത് മാത്രമാണ് ഒരു പ്രശ്നമായത്. യെസ്, അപ്പോൾ ഇനി തിരിച്ച് ബോട്ടിൽ കയറി പോകാം. ഇവിടെ നിറച്ച് മാനുകളാണ് കേട്ടോ. ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ മാനുകളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗൈഡ് സർവീസ് വേണമെങ്കിൽ എടുക്കാം. മറ്റേ വണ്ടിയൊക്കെ ബുക്ക് ചെയ്യണത് ഇവിടെ തന്നെയാണ്, വരുമ്പോൾ തന്നെ കാണാം ഈ ഒരു ബിൽഡിങ്ങിൽ. യെസ്, ആ നമ്മുടെ ചേട്ടൻ ഇതേ നിൽക്കണം. ഞാൻ കറക്റ്റ് ടൈമാണ് പറഞ്ഞ സമയത്ത് വന്നിട്ടുണ്ട്. യെസ്, താങ്ക് യു ബോർഡ്. തിരിച്ചു പോവാം. അയ്യോ, അവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. നല്ല രസമായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. ടൈം കിട്ടിയില്ല. ഉണ്ടോ, നമ്മൾ ഷാർപ്പ് ടൈമിംഗ് ആണ്. അപ്പോൾ ഇവിടെ വെള്ളം കയറി തുടങ്ങി. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ജെട്ടിയിലോട്ട് തിരിച്ചെത്തി. കംപ്ലീറ്റ് മീനുകളാണ് കേട്ടോ, നിറച്ച് പൊടി മീനുകൾ. യെസ്, അപ്പോൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ടൈമിങ്. പെട്ടെന്ന് ഓടി കിടന്ന് കാണണം, അതാണ് മെയിൻ കാര്യം. പിന്നെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ മുകളിലേക്ക് ചെന്നിട്ട് പറയാം. ബോട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. ഇത് നല്ല ആടുന്നുണ്ടല്ലോ ഈ സാധനം. ഫ്ലോട്ടിങ് ജെട്ടി ആയതുകൊണ്ട് ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. യെസ്, അപ്പോൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ടൈമിങ്. 2 നല്ല വെയിലായിരിക്കും. അപ്പോൾ തൊപ്പി, കൂളിംഗ് ഗ്ലാസ്, സൺസ്ക്രീൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ ഈ കയ്യിൽ ഞാൻ കണ്ട വെയിലടിക്കാണ്ടിരിക്കാൻ സംഭവം ഇട്ടുണ്ട്. നല്ല ചൂടാണ്. പിന്നെ നന്നായിട്ട് വേർത്ത് കുളിക്കും. അപ്പോൾ എക്സ്ട്രാ ഡ്രസ്സൊക്കെ കുറച്ച് കൊണ്ടുവരുന്നതും നല്ലതായിരിക്കും. അതൊക്കെയാണ് ഇവിടെ വരുമ്പോൾ മനസ്സിലായ കാര്യങ്ങൾ. ബാക്കി ഓരോ സംഭവങ്ങളും ഓരോ സമയത്തും മനസ്സിലാകുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. യെസ്, ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കുകയാണ് അവിടം വരെ. അതുപോലെ തന്നെ ഒരു കുപ്പി വെള്ളവും കയ്യിൽ വെച്ചാൽ അതും നല്ലതാണ് കേട്ടോ. കാരണം നല്ല വെയിലും ചൂടുള്ളതുകൊണ്ട് നന്നായിട്ട് ദാഹിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പൈസ കൊടുത്ത് അവിടെ നിന്ന് വെള്ളം മേടിക്കേണ്ടി വരും. അത് ഒരു കുപ്പി മുതലാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ നേരത്തെ പോയപ്പോൾ കണ്ട രാജീവ് ഗാന്ധിയുടെ ഒരു സ്റ്റാച്ചു ആണ്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് രാജീവ് ഗാന്ധിയാണെന്ന് തോന്നുന്നില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ട, ഭാരത് രത്ന രാജീവ് ഗാന്ധി. 1991 അദ്ദേഹം മരിക്കുന്നത്. യെസ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ കാണാം. ഇതാണ് അബർദി എന്ന് പറയുന്ന ജെട്ടി. ഇവിടെ നിന്നാണ് നമ്മൾ റോസ് ഐലൻഡിലോട്ടൊക്കെ പോകുന്നത്. നമ്മൾ നേരത്തെ വന്നേക്കാളും വെള്ളം കൂടിക്കൂടി വരുന്നുണ്ട്. വേലിയേറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ കോലാൻ പോലത്തെ മീനുകൾ കുറേ കാണാം. നല്ല കളറ്, നല്ല രസമല്ലേ. അപ്പോൾ അതായിരുന്നു ആ ഒരു ഐലൻഡിൻ്റെ റോസ് ഐലൻഡിൻ്റെ കാഴ്ചകൾ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇനി ജെട്ടിയിൽ നിന്ന് പുറത്തോട്ട് പോട്ടെ. നമ്മൾ വന്നത് അതുവഴിയാണ്. അതാണ് മെയിൻ സ്ഥലം. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വന്നില്ല. ആ ഒരു വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് ബോട്ട് കയറിപ്പോയത്. അതിൻ്റെ ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് റോഡിലോട്ട് പോകാനുള്ളത്. നമുക്ക് ഇതിലേ ഒന്ന് പോയി നോക്കാം. ഇതിൻ്റെ അറ്റത്തേക്ക് നടന്നെത്തിയപ്പോൾ ഇവിടെ കുറേ ജെസ്കേ കിടപ്പുണ്ട്. വർക്കിംഗ് ആണോന്ന് അറിയത്തില്ല. ഇവിടെ വലിയൊരു പീരങ്കി, ഇത് നോക്കി, ജപ്പാൻകാരുടെ കാലത്ത് ഉണ്ടാക്കിയായിരിക്കും.
ഇത് ആ ഐലൻഡിനെ ലക്ഷ്യമാക്കിയാണല്ലോ വെച്ചേക്കണം. റോസ് ഐലൻഡിലോട്ട് പീരങ്കി വിടാനുള്ള രീതിയിലാണ് സംഭവം വെച്ചേക്കണം. കണ്ട ഇവിടെ ഒരു മോണിമെൻ്റ് ഉണ്ട്. ഇത് മെമ്മറി ഫോർ ദ ബാറ്റിൽ ഓഫ് അബർദീൻ എന്നാണ് ഇവിടെ ബോർഡ് വെച്ചേക്കണത്. അതായത് 1859 ഇവിടെ ഉണ്ടായിരുന്ന ആൻഡമാനീസ് അവർ ബ്രിട്ടീഷ് പോളിസിക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയതിൻ്റെ സ്മാരകമാണ് ഈ കാണുന്നത്. കണ്ട അതിനെ ബാറ്റിൽ ഓഫ് അബർദീൻ എന്നാണ് കേട്ടോ പറയുന്നത്. 1859 മെയ്യിലായിരുന്നു ആ ഒരു യുദ്ധം നടന്നത്. അതുപോലെ ഇവിടെ ഒരു മെമ്മോറിയൽ ഉണ്ട്, സുനാമി മെമ്മോറിയൽ. 2004 സുനാമി വന്നത്. അത് ഈ ആൻഡമാനെ ഒരുപാട് ബാധിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറിയാണ്, ഒരു സ്മാരകമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ ഞാൻ നോക്കുമ്പോൾ വാട്ടർ ATM എന്ന് എഴുതിയിരിക്കുന്നു. വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. വെള്ളം കുടിക്കാനുള്ള എന്തോ സംവിധാനമാണ്. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു കവാടൊക്കെ ഉണ്ട്. നമ്മൾ നേരെ പുറത്തോട്ട് കിടന്നു. അവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു ജാപ്പനീസ് ബങ്കർ ഉണ്ട്. അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ ഇതിലെങ്ങനെ നടക്കുമ്പോൾ ഇത് കണ്ട ജോളി ബോയ് എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡ് ഉണ്ട്. നമ്മൾ ആക്ച്വലി ഇത് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് പ്രൈവറ്റ് ക്രൂയിസാണ്. ഞാൻ ഗവൺമെൻറ്റാണ് നോക്കുന്നത്. ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. കിടിലനൊരു ഐലൻഡാണ് കേട്ടോ. അത് സ്പെഷ്യൽ പെർമിറ്റ് എടുത്ത് വേണം പോകാൻ. നമ്മൾ പോകുന്നുണ്ട്. വരും എപ്പിസോഡുകളിൽ കാണാം. ഈ സംഭവം കണ്ട ഇതൊക്കെ ബങ്കറുകളാണ് കേട്ടോ. പണ്ട് ജപ്പാൻകാരും ഉണ്ടാക്കിയ ബങ്കർ കണ്ട. ഇത് നോക്കി, ഇതെല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. അയ്യോ അടിപൊളിയാണ്. ഇതിങ്ങനെ നേരെ കടലിനോട് ചേർന്ന് ഇങ്ങനെ കാണും. കണ്ട ഇതാണ് വ്യൂ കേട്ടോ. ഇവിടെ നമ്മൾ പോയ ഐലൻഡ് വന്ന ജെട്ടി. ഞാൻ ഈ കടലിൻ്റെ തീരത്ത് കൂടി ഇങ്ങനൊരു വഴിയുണ്ട്. അപ്പോൾ ഇതിലങ്ങ് നടക്കുകയാണ്. ഇതൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്ട, സൂക്ഷിച്ച് നടക്കണം. നമ്മൾ വന്നത് ഇതിലാണ്, നമ്മുടെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയാണ്. ഇതിൻ്റെ മുകളിൽ കൂടി ഒരു വഴി അങ്ങനെ പോകുന്നുണ്ട്. അത് സെല്ലുലാർ ജയിലിൽ നിന്ന് വരുന്ന വഴിയാണ്. ഇത് 1 വേ ആണ്. സെല്ലുലാർ ജയിലുണ്ടല്ലോ, അത് ഇവിടുത്തെ ഫേമസ് ഒരു കാണേണ്ട കാഴ്ചയല്ലേ, ഇവിടുത്തെ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട സംഭവം. അതാ ഇതിൻ്റെ മുകളിലാണത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോകളിൽ കാണാം കേട്ടോ. അത് നമ്മൾ പോകുന്നുണ്ട്. ലൈറ്റ് ഷോ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. അപ്പോൾ ഞാൻ ഇതിലങ്ങ് നടക്കുമ്പോൾ അവിടെ ഒരു ബങ്കറുണ്ട്, അത് കാണാൻ വേണ്ടി പോവാം. നല്ല കാറ്റാണ് അടിക്കണത്, അതുകൊണ്ട് ആ ചൂടൊന്നും അങ്ങനെ അറിയുന്നില്ല. പക്ഷെ നല്ല വെയിലുണ്ട്. ഇതൊക്കെ തെളിഞ്ഞ വെള്ളോട്ടോ, ഭയങ്കര ക്ലാരിറ്റിയാണ്, നല്ല രസമുണ്ട്. അയ്യോ ഞാൻ ശരിക്കും ആൻഡമാനിലൊക്കെ നേരത്തെ വരേണ്ടതായിരുന്നു. അടിപൊളി സ്ഥലം. ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. സാധാരണ ആളുകൾ വരുന്ന ഒരു ട്രിപ്പല്ല ഞാൻ ചെയ്യുന്ന. ഒറ്റയ്ക്ക് തന്നെ പല വ്യത്യസ്ത കാഴ്ചകളിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. ടൂറിസ്റ്റ് സ്ഥലങ്ങൾ മാത്രമല്ല, മറ്റ് ഐലൻഡുകളും കുറേ വെറൈറ്റി കാഴ്ചകൾ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വരും എപ്പിസോഡുകൾ മറക്കാതെ കണ്ടോ. പൊളിയാണ് ഇതൊക്കെ. ഓക്കെ, ഇതൊക്കെ ഇരുമ്പിൻ്റെ വേലിയാണ്, പക്ഷേ മൊത്തം പൊളിഞ്ഞ് കിടക്കണ്ട. കോൺക്രീറ്റ് അടക്കം പൊളിഞ്ഞു പോയി. ഒരു 2 മിനിറ്റ് ഈ വഴി ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ചും കാണുന്ന അതെ ഇവിടെ ജാപ്പനീസ് ബങ്കറുകൾ, പഴയ ബങ്കറുകൾ കാണാം. അത് നോക്കി, ഞാനിത് ബോട്ടിൽ പോയപ്പോൾ കണ്ടിരുന്നു, അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇതാണ് അതിൻ്റെ ഉള്ളിലെ കാഴ്ച. ഉള്ളിലോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. വഴി വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല. കണ്ട ആ വഴിയുണ്ട്. ഇത് കണ്ട, ഇതായിരുന്നു ജാപ്പനീസ് ബങ്കർ. ജപ്പാൻകാരെ ഉണ്ടാക്കിയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആളുകളെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയാണ്. ഇതിൻ്റെയൊക്കെ കട്ടി കണ്ടോ നിങ്ങൾ? ഒരു ബോംബോ മിസൈലോ വെടിവെച്ചാലൊന്നും ആക്ച്വലി വരത്തില്ല. അതിൻ്റെ ഉള്ളിൽ മൊത്തം ഇങ്ങനെയാണ് കിടക്കണം. വേസ്റ്റൊക്കെ ഉണ്ട്. ഉള്ളിലോട്ട് പോകാൻ പറ്റത്തില്ല, പോയി കഴിഞ്ഞാൽ ആകെ സീനാണ്. അപ്പോൾ ഒരു യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ചിലവുകൾ ഇങ്ങനെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കാൻ തന്നെ എന്തോരം ചിലവായിക്കാണോ അല്ലേ? ഈ ഒരു ചെറിയൊരു സംഭവം മാത്രം. ഇതുപോലെ തന്നെ ഇതേ ഒരെണ്ണം അവിടെയുണ്ട്. ഇത് വഴി മൊത്തം കാണാം കേട്ടോ. അതായത് ഈ തീരത്തോട് ചേർന്ന് ഒരുപാട് ബങ്കറുകളുണ്ട്. ഇതിൻ്റെ അടിയൊക്കെ പൊളിഞ്ഞിരിക്കാനുള്ള. തൊട്ടടുത്ത് തന്നെ വേറൊരു ബങ്കറും കാണാം. കണ്ട ഇവിടെ ടൈലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ പുതിയ കാലത്തെ സംഭവമാണ്. ഇതാണ് ബങ്കർ. കണ്ട അയ്യ, അതിൻ്റെ ഉള്ളിൽ ഷിറ്റൊക്കെ ഇട്ട് വെച്ചേക്കണ ആരണ്ടൊക്കെ. അയ്യ, അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോരിലോട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആകെ സീനാണ്. തൂറിയും മുള്ളിയും ബിയറൂപ്പിയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാനത് കാണിക്കുന്നില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് ആ ബങ്കറിൻ്റെ കാഴ്ച. കണ്ട അയ്യോ, എന്ത് കട്ടിയിലായിരിക്കുമല്ലോ ഉണ്ടാക്കിയിരിക്കണം. ഇങ്ങനൊരു ഏരിയയാണ്. കണ്ട അത് നോർത്ത് ബേ, ഇത് റോസ് ഐലൻഡ്. അടിപൊളി. അതിൻ്റെ ഉള്ളിലോട്ട് കയറരുത് കേട്ടോ, ആകെ സീനാണ്. അതിൻ്റെ ഉള്ളിൽ രണ്ടിനൊക്കെ പോയേക്കുന്ന ആൾക്കാർ ആരാടാ. ഓ അല്ലമ്പ് നിറച്ച് ബിയറൂപ്പിയൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. ഇനിയുണ്ട് കേട്ടോ, ഈ തീരത്ത് മൊത്തം ഇത് തന്നെയാണ്. അതേ അവിടെ ഒരു ബങ്കർ വേറെ ഉണ്ട്. അപ്പോൾ ആൻഡമാനിലോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ trip.in എന്ന് പറയുന്ന ട്രാവൽ ഏജൻസിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തും യാത്ര ചെയ്യാം. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ ഇവർ വഴി യാത്ര ചെയ്യാവുന്നതാണ്. അപ്പോൾ
ആൻഡമാനിലെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ മനോഹരമായ കിടിലം കാഴ്ചകൾ, വെറൈറ്റി സ്ഥലങ്ങളൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ശരി, ബൈ.